ഈ വാർത്താ പകലിലെ പ്രധാന റിപ്പോർട്ടുകളുമായി വാർത്താമഴ ആരംഭിക്കുന്നു. ഞാൻ എസ് വിജയകുമാർ. കസ്റ്റഡി മർദ്ദന പരാതികളിൽ പോലീസിനെ പ്രതിക്കൂട്ടിലാക്കുന്ന കൂടുതൽ വിവരങ്ങൾ പുറത്തുവരികയാണ്. പത്തനംതിട്ടയിലെ SFI നേതാവിനെ കസ്റ്റഡിയിൽ മർദ്ദിച്ച ഡിവൈഎസ്പി മധു ബാബുവിനെതിരെ ഗുരുതര പരാമർശങ്ങളുള്ള ആഭ്യന്തര അന്വേഷണ റിപ്പോർട്ട് പുറത്തുവന്നു. മധു ബാബു സ്ഥിരമായി കസ്റ്റഡി മർദ്ദനം നടത്തുന്ന ഉദ്യോഗസ്ഥനാണ് എന്ന് മുൻ SP ഹരിശങ്കറിന്റെ റിപ്പോർട്ട്. ക്രമസമാധാന ചുമതലയിൽ നിന്ന് മാറ്റി നിർത്തണമെന്നും റിപ്പോർട്ടിൽ ശുപാർശയുണ്ട്. അതിനിടെ മധു ബാബുവിനെതിരെ പരാതിയുമായി തൊടുപുഴ സ്വദേശിയും ഇന്ന് രംഗത്തെത്തി. 2016 അന്നത്തെ പത്തനംതിട്ട SP ഹരിശങ്കർ DGPക്ക് മധുബാബുവിനെതിരെ റിപ്പോർട്ട് നൽകിയത്. ജയകൃഷ്ണന്റെ മുഖത്ത് മർദ്ദിച്ച പാടുകളുണ്ടെന്നും കസ്റ്റഡി മർദ്ദനം നടന്നെന്നും റിപ്പോർട്ടിൽ പറയുന്നു. മധുബാബു സ്ഥിരമായി കസ്റ്റഡി മർദ്ദനം നടത്തുന്ന ആളായിരുന്നുവെന്ന ഗുരുതര പരാമർശവും റിപ്പോർട്ടിലുണ്ട്. ക്രമസമാധാന ചുമതലകളിൽ നിന്ന് മാറ്റി നിർത്തണമെന്നും റിപ്പോർട്ടിൽ ശുപാർശ ചെയ്തിരുന്നു. അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണലിനെ സമീപിച്ച് മധുബാബു അനുകൂല ഉത്തരവ് വാങ്ങുകയായിരുന്നു. പോലീസിലെ ഉന്നതരാണ് മധുബാബുവിനെ സംരക്ഷിക്കുന്നതെന്ന് SFI മുൻ നേതാവ് ജയകൃഷ്ണൻ ആരോപിച്ചു. മധുബാബുവിനെ പോലെ നിരവധി ക്രിമിനൽ കേസിൽ ശിക്ഷിക്കപ്പെടുകയും നിരവധി ക്രിമിനൽ കേസിൽ പ്രതിയാവുകയും ചെയ്തിട്ടുള്ള ഈ അന്വേഷണ ഉദ്യോഗസ്ഥനെ സംരക്ഷിച്ചുകൊണ്ടിരിക്കുന്നത് ഉയർന്ന നിലവാരത്തിലുള്ള ഉദ്യോഗസ്ഥരാണ്. എന്റെ കേസുമായി ബന്ധപ്പെട്ട് തന്നെ അന്നത്തെ എന്റെ അന്വേഷണ റിപ്പോർട്ട് അട്ടിമറിച്ചതിൽ അന്നത്തെ ഒരു DGP തന്നെ എന്നെ നേതൃത്വം കൊടുത്തത് സെൻകുമാറാണ്. അതിനിടെ മധുബാബുവിനെതിരെ പരാതിയുമായി തൊടുപുഴ സ്വദേശി രംഗത്തെത്തി. തൊടുപുഴ DYSP ആയിരിക്കെ ക്രൂരമായി മർദ്ദിച്ചുവെന്നാണ് മുരളീധരന്റെ പരാതി. വളരെ ക്ഷുഭിതനായിട്ട് ചാടി ഏറ്റിട്ട് അദ്ദേഹത്തിന്റെ വയർലെസ് വെച്ച് എന്റെ നെഞ്ചിനെറിഞ്ഞു. നെഞ്ചത്ത് എറിഞ്ഞു കഴിഞ്ഞത് ഈ കസേരയിലായിരുന്നു ഞാൻ ഇരുന്നത്. ആ കസേരയോട് കൂടി ഞാൻ മറിഞ്ഞുപോയി, വീണു. പരാതി നൽകിയെങ്കിലും ഇടപെടൽ ഉണ്ടായില്ലെന്നും കേസ് ഒത്തുതീർക്കാൻ ശ്രമം നടന്നെന്നും മുരളീധരൻ ആരോപിച്ചു. 24 പത്തനംതിട്ട. അതേസമയം ആലപ്പുഴ DYSP മധുബാബുവിനെതിരെ പത്തനംതിട്ട മുൻ SP ഹരിശങ്കർ DGPക്ക് നൽകിയ റിപ്പോർട്ട് പോലീസ് ആസ്ഥാനത്തെ ഉന്നത ഉദ്യോഗസ്ഥർ ഇടപെട്ട് പൂഴ്ത്തി. DGPക്ക് നൽകിയ റിപ്പോർട്ടിൽ 9 വർഷമായി നടപടിയുണ്ടായില്ല. റിപ്പോർട്ട് നിലനിൽക്കെ മധുബാബുവിന് സ്ഥാനക്കയറ്റം നൽകുകയും ചെയ്തു. ഇടതുപക്ഷ പോലീസ് അസോസിയേഷനിലെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് കൂടിയാണ് നിലവിൽ മധുബാബു. റാഫി കരീം വിവരങ്ങൾ നൽകും കൊച്ചിയിൽ നിന്ന്. റാഫി, ക്രമസമാധാന ചുമതലയിൽ തുടരാൻ പറ്റുന്ന ഉദ്യോഗസ്ഥനല്ല എന്ന് ഈ ശുപാർശയിൽ മുൻ പത്തനംതിട്ട SP പറയുന്നുണ്ട്. തന്നെയുമല്ല, സ്ഥിരമായി കസ്റ്റഡിയിൽ ആളുകളെ അകാരണമായി മർദ്ദിക്കുന്ന സ്വഭാവം ഈ ഉദ്യോഗസ്ഥനുണ്ട് എന്ന് SP റിപ്പോർട്ട് ചെയ്തിരുന്നു. ഈ രണ്ട് ശുപാർശയും ഈ കണ്ടെത്തലുമുള്ള റിപ്പോർട്ട് എന്തുകൊണ്ട് വെളിച്ചം കണ്ടില്ല, എന്തുകൊണ്ട് അതിൽ നടപടി ഉണ്ടായില്ല എന്ന ചോദ്യത്തിന് ഉത്തരമാണ് ഇപ്പോൾ വരുന്ന വിവരങ്ങൾ, അല്ലേ? വിജയകുമാർ, തീർച്ചയായും 12-ാം മാസം 15-ാം തീയതി 2016 ഈ റിപ്പോർട്ട് പോലീസ് ആസ്ഥാനത്തേക്ക് എത്തുന്നത്. അന്ന് പത്തനംതിട്ട ജില്ലാ പോലീസ് മേധാവിയാണ് ഈ റിപ്പോർട്ട് തയ്യാറാക്കി പോലീസ് ആസ്ഥാനത്തേക്ക് അയക്കുന്നത്. അതിനുശേഷം 9 വർഷം പിന്നിടുമ്പോഴും ഈ റിപ്പോർട്ട് പോലീസ് ആസ്ഥാനത്തെ ഫയലുകളിൽ ഉറങ്ങി എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഒരു തരത്തിലുമുള്ള നടപടിയും മധു ബാബുവിനെതിരെ ഈ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ഉണ്ടായിട്ടില്ല നാളിതുവരെ. ഒപ്പം തന്നെ ഇതിനു മുൻപും മധു ബാബുവിനെതിരെ ഗുരുതരമായ അച്ചടക്ക ലംഘനങ്ങളും ഒപ്പം തന്നെ പരാതികളും ഉയർന്നിരുന്നു. 2006 മധുബാബു ചേർത്തലയിൽ സബ് ഇൻസ്പെക്ടറായി ജോലി ചെയ്തത് മുതൽ ഈ പരാതികളെല്ലാം തന്നെ ഉയർന്നു വന്നിരുന്നു. അന്ന് മുതൽ ഇത്തരത്തിൽ ഇടിയൻ പോലീസ് എന്നുള്ള തരത്തിൽ മധുബാബുവിനെതിരെ ഗുരുതരമായ പരാതികൾ ഉണ്ടായിരുന്നു. എന്നാൽ ഇതിലൊന്നും തന്നെ മധുബാബുവിനെതിരെ നടപടി ഉണ്ടായില്ല. ഒപ്പം തന്നെ പത്തനംതിട്ട ജില്ലാ പോലീസ് മേധാവി നൽകിയ ഗുരുതരമായ അന്വേഷണ റിപ്പോർട്ടായിരുന്നു ഉണ്ടായിരുന്നത്. ആ റിപ്പോർട്ടിൽ അക്കമിട്ട് നിരത്തിയായിരുന്നു മധുബാബുവിന്റെ വീഴ്ചകൾ പറഞ്ഞിരുന്നത്. മധുബാബു ഈ കേസ് ഏറ്റെടുക്കാനുണ്ടായ സാഹചര്യം, ഒപ്പം തന്നെ ഗുരുതരമായി ഇവരെ മർദ്ദിച്ച സാഹചര്യം, ഇവർക്ക് മർദ്ദനത്തിലേറ്റ പരിക്കുകൾ, ഒപ്പം തന്നെ ചികിത്സ തേടിയതിന്റെ വിവരങ്ങൾ, ഒപ്പം ക്രമസമാധാന ചുമതലയിൽ ഈ ഉദ്യോഗസ്ഥനെ വിനിയോഗിക്കാൻ കഴിയില്ല എന്ന കണ്ടെത്തലും ഈ റിപ്പോർട്ടിലുണ്ടായിരുന്നു. എന്നാൽ ഈ റിപ്പോർട്ട് 9 വർഷമാണ് പോലീസ് ആസ്ഥാനത്ത് പൂഴ്ത്തിവെച്ചത്. ഈ റിപ്പോർട്ട് നിലനിൽക്കെ തന്നെ മധുബാബുവിന്റെ സീനിയോറിറ്റി പരിഗണിച്ച് മധുബാബുവിന് സ്ഥാനക്കയറ്റങ്ങളും കൃത്യമായി നൽകിയിരുന്നു. DYSP റാങ്കിലേക്ക് മധുബാബു എത്തുകയും ചെയ്തു. എന്നാൽ 9 വർഷക്കാലം ഈ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ മധുബാബുവിനെതിരെ എന്ത് നടപടി സ്വീകരിച്ചു എന്ന ചോദ്യത്തിന് ഇതുവരെയും ഉത്തരമില്ല. ഒപ്പം ഇടതു സംഘടനകളിൽ നിലനിന്നുകൊണ്ട് പോലീസ് സംഘടനയിൽ മധുബാബു കൃത്യമായ സ്ഥാനങ്ങൾ നേടിയെടുക്കുകയും ചെയ്തു. ഒടുവിൽ KPSO എന്ന കേരള പോലീസ് സീനിയർ ഓഫീസേഴ്സ് അസോസിയേഷന്റെ സംസ്ഥാന വൈസ് പ്രസിഡന്റായി മധുബാബു നിലവിൽ സ്ഥാനം കൈകാര്യം ചെയ്യുകയാണ്. ഈ സ്ഥാനം കൈകാര്യം ചെയ്തുകൊണ്ടാണ് 2 ആഴ്ച മുൻപ് മുഖ്യമന്ത്രിയുടെ ഓഫീസിലെത്തി മധുബാബു സന്ദർശിക്കുകയും പോലീസിന്റെ
റിപ്പോർട്ടിന്റെ നവീകരണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിർണായക വിവരങ്ങൾ അടങ്ങിക്കുന്ന ഒരു നിവേദനം നൽകുകയും ചെയ്തത്. ഇത്തരത്തിലൊരു ഉദ്യോഗസ്ഥനെ എങ്ങനെയാണ് നിരന്തരമായി സ്ഥാനക്കയറ്റങ്ങൾ ലഭിച്ചത്? ഉദ്യോഗസ്ഥനെതിരെ അന്വേഷണ റിപ്പോർട്ടുകളും ഒപ്പം തന്നെ അന്വേഷണങ്ങളും നടന്നപ്പോഴും ഒരു നടപടിയും ഇല്ലാതിരുന്നത് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ചോദ്യം. അതിന് ഒരു ഉത്തരം പറയുന്നത്, ഒരു ആക്ഷേപമായി പറയുന്നത്, മധു ബാബു ഇടതു സംഘടനകൾ അല്ലെങ്കിൽ ഇടതു നേതാക്കളുമായി അടുത്ത ബന്ധം പുലർന്ന ഒരാളാണ് എന്നുള്ളതാണ്. ഒപ്പം തന്നെ ഈ പോലീസ് ആസ്ഥാനത്ത് 2016 ലഭിച്ച ഈ അന്വേഷണ റിപ്പോർട്ട് അട്ടിമറിച്ചതിൽ ഒരു ഉന്നത പോലീസ് ഉദ്യോഗസ്ഥനും പങ്കുണ്ട് എന്നുള്ളതാണ് ഏറ്റവും ഒടുവിലായി പുറത്തു വരുന്ന വിവരങ്ങൾ. ആ പോലീസ് ഉദ്യോഗസ്ഥനാണ് മധു ബാബുവിനെ ഈ കാലയളവിലെല്ലാം സംരക്ഷിച്ചു പോകുന്നത് എന്നുമാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതുകൊണ്ടാണ് 9 വർഷക്കാലം ഈ റിപ്പോർട്ട് അട്ടിമറിക്കപ്പെട്ടത്. പോലീസ് ആസ്ഥാനത്തെത്തുന്ന ഒരു റിപ്പോർട്ട് ADGP ഹെഡ്ക്വാർട്ടേഴ്സോ അല്ലെങ്കിൽ എന്തായാലും വളരെ പ്രധാനപ്പെട്ട വിവരങ്ങൾ തന്നെയാണ്. 9 വർഷക്കാലമായി ആ റിപ്പോർട്ടിന്മേൽ തുടർ നടപടിയില്ല. ഗുരുതരമായ കണ്ടെത്തലുകളും പ്രധാനപ്പെട്ട ശുപാർശകളും ആ റിപ്പോർട്ടിൽ ഉണ്ടായിരുന്നു. ഇത്തരം ഉദ്യോഗസ്ഥരെ അല്ലെങ്കിൽ ഈ ഉദ്യോഗസ്ഥനെ മധു ബാബുവിനെ ഈ ക്രമസമാധാന ചുമതലയിൽ നിന്ന് നീക്കണം എന്നതടക്കമുള്ള നിർണായക ശുപാർശകൾ ആ റിപ്പോർട്ടിൽ ഉണ്ടായിരുന്നു. പക്ഷേ അത് വെളിച്ചം കണ്ടില്ല. അതിന്മേൽ ഒരു നടപടിയുമായി ഉണ്ടായിട്ടില്ല കഴിഞ്ഞ 9 വർഷമായി. റാഫിക് കരീമാണ് വിവരങ്ങൾ നൽകിയത് കൊച്ചിയിൽ നിന്ന്. പത്തനംതിട്ട അടൂർ പോലീസ് സ്റ്റേഷനുള്ളിൽ വയോധികനെ മർദ്ദിച്ചു എന്ന് പരാതി. സാമ്പത്തിക തർക്ക പരാതിയുമായി ബന്ധപ്പെട്ട് സ്റ്റേഷനിലെത്തിയപ്പോൾ സബ് ഇൻസ്പെക്ടറായിരുന്ന അനൂപ് ചന്ദ്രൻ അസഭ്യം പറയുകയും ബൂട്ടിട്ട് ചവിട്ടുകയും ചെയ്തു എന്നാണ് പരാതി. മുഖ്യമന്ത്രിക്ക് ഉൾപ്പെടെ പരാതി നൽകി മാസങ്ങൾ കഴിഞ്ഞിട്ടും നീതി കിട്ടിയില്ലെന്ന് പള്ളിക്കൽ സ്വദേശി ബാബു പറഞ്ഞു. മെയ് മാസത്തിലാണ് പള്ളിക്കൽ സ്വദേശി ബാബു സാമ്പത്തിക തർക്ക പരാതിയുമായി ബന്ധപ്പെട്ട് അടൂർ സ്റ്റേഷനിലെത്തിയത്. SHOയുടെ മധ്യസ്ഥതയിൽ വിഷയം ഒത്തുതീർപ്പായി. തുടർന്ന് പരാതികളില്ലെന്ന് എഴുതി നൽകാൻ ആവശ്യപ്പെട്ട് സ്റ്റേഷനിൽ വിളിച്ചപ്പോൾ SI അനൂപ് ചന്ദ്രൻ മർദ്ദിച്ചെന്നും ജാതി അധിക്ഷേപം നടത്തിയെന്നുമാണ് ബാബുവിന്റെ പരാതി. പല പ്രാവശ്യം കൈയോങ്ങി അടിക്കാൻ വരികയും പക്ഷേ അത് CCTV അവിടെ ഉണ്ടെന്നുള്ള തിരിച്ചറിവ് കൊണ്ടോ എന്തോ അദ്ദേഹം അത് ചെയ്യാതെ എന്നെ തൊഴിക്കുകയായിരുന്നു. ബൂട്ടിട്ട കാലുകൊണ്ട് എൻ്റെ ഇടത് കാലിൽ തൊഴിക്കുകയും തൽഫലമായി മുറിവ് പറ്റുകയും അന്ന് തന്നെ ഗവൺമെൻറ് ഹോസ്പിറ്റൽ അടൂരിൽ ഞങ്ങൾ ചികിത്സ തേടുകയും പിന്നെ പിറ്റേന്ന് പരാതി കൊടുക്കുകയാണ് ചെയ്തിട്ടുണ്ട്. മുഖ്യമന്ത്രിക്ക് ഉൾപ്പെടെ പരാതി നൽകിയെങ്കിലും തുടർ നടപടി ഉണ്ടായില്ലെന്നും ബാബു പറയുന്നു. ഇങ്ങനെ പട്ടികജാതിക്കാരനായിട്ടുള്ള ഒരാളെ യാതൊരു കാരണവും ഇല്ലാതെ മർദ്ദിക്കുക എന്ന് പറയുന്നത് ഒരിക്കലും അംഗീകരിക്കാൻ പറ്റാത്തൊരു കാര്യമാണ് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം. അങ്ങനെയുള്ള ഒരാളെ ഈ സർവീസിൽ തുടരാൻ അനുവദിക്കരുത്, അദ്ദേഹത്തെ പിരിച്ചുവിടണം എന്ന് തന്നെയാണ് ഞങ്ങളുടെ ആവശ്യം. വിഷയത്തിൽ CCTV ദൃശ്യങ്ങൾ ഉൾപ്പെടെ ശേഖരിക്കാനുള്ള നടപടികളിലേക്ക് ഒരുങ്ങുകയാണ് വയോധികനും കുടുംബവും. സ്റ്റേഷനിൽ വെച്ച മർദ്ദനം ഉണ്ടായിട്ടില്ലെന്നാണ് പോലീസ് ഭാഷ്യം. 24 പത്തനംതിട്ട. അതിനിടെ പോലീസ് മർദ്ദനത്തിൽ പ്രതിഷേധിച്ച് പാലക്കാട് SP ഓഫീസിലേക്ക് യൂത്ത് കോൺഗ്രസ് നടത്തിയ മാർച്ചിൽ സംഘർഷമുണ്ടായി. ബാരിക്കേഡ് മറിച്ചിടാൻ ശ്രമിച്ച പ്രവർത്തകർക്ക് നേരെ പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു. പിന്നീട് പ്രവർത്തകരെ അറസ്റ്റ് ചെയ്ത് നീക്കി. ദൃശ്യങ്ങളിലേക്ക്. ഇപ്പോൾ കൊല്ലത്ത് പ്രതിഷേധം നടക്കുകയാണ്. കുന്നംകുളം പോലീസ് സ്റ്റേഷനിൽ സുജിത്തിനെ മർദ്ദിച്ച സംഘത്തിലുണ്ടായിരുന്ന CPO സന്ദീപിന്റെ കൊല്ലം ചവറയിലെ വീട്ടിലേക്കാണ് യൂത്ത് കോൺഗ്രസ് മാർച്ച് നടത്തിയത്. പോലീസിനെതിരെ പ്രവർത്തകർ കല്ലെറിഞ്ഞു. അവിടെയും ജലപീരങ്കി പ്രയോഗിച്ചു. അവിടെ നിന്നുള്ള ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്ന. പ്രവർത്തകരെ അറസ്റ്റ് ചെയ്ത് നീക്കാൻ പോലീസ് ശ്രമിക്കുന്നുണ്ട്. സുജിത് സുരേന്ദ്രൻ വിവരങ്ങൾ നൽകും ചവറയിൽ നിന്ന്. സുജിത്ത്, പ്രവർത്തകർ പിരിഞ്ഞു പോകാൻ കൂട്ടാക്കുന്നില്ല, അറസ്റ്റിനും വഴങ്ങുന്നില്ല. എന്താണ് അവിടുത്തെ സാഹചര്യം സുജിത്ത്? ഇവിടെ സംഘർഷാവസ്ഥ നിലനിൽക്കുകയാണ്. അവർക്ക് ഉദ്ഘാടനം ചെയ്യാൻ വനിതാ പ്രവർത്തകർ ഉൾപ്പെടെ ചെറിയ സാങ്കേതിക പ്രശ്നമുണ്ട്. അവിടെ പോലീസ് പ്രവർത്തകരെ അറസ്റ്റ് ചെയ്യാൻ ശ്രമിച്ചെങ്കിലും അറസ്റ്റിന് വഴങ്ങിയിട്ടില്ല. പോലീസിനെതിരെ കല്ലേറുണ്ടായിട്ടുണ്ട്. സംഘർഷാവസ്ഥ ഇപ്പോഴും നിലനിൽക്കുകയാണ്. അതേസമയം തിരുവനന്തപുരത്ത് സെക്രട്ടേറിയറ്റിന് മുന്നിലേക്ക് യൂത്ത് കോൺഗ്രസിന്റെ പ്രതിഷേധ മാർച്ച് തുടങ്ങിയിട്ടുണ്ട്. അവിടെയും ജലപീരങ്കി പ്രയോഗിക്കുകയാണ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർക്ക് നേരെ പോലീസ്. സംസ്ഥാന വ്യാപകമായി ഈ യൂത്ത് കോൺഗ്രസ് ഈ വിഷയത്തിൽ പ്രതിഷേധിക്കുകയാണ്. ഇന്ന് പലയിടത്തും സംഘർഷം ഉണ്ടായിട്ടുണ്ട്. ഏറ്റവും ഒടുവിൽ വരുന്ന ദൃശ്യങ്ങൾ, വരുന്ന വിവരങ്ങൾ, സെക്രട്ടേറിയറ്റിന് മുന്നിലേക്ക് യൂത്ത് കോൺഗ്രസ് നടത്തിയ മാർച്ചിൽ സംഘർഷമുണ്ടായി എന്നതാണ്. അവിടെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർക്ക് നേരെ ജലപീരങ്കി പ്രയോഗിച്ചു. പ്രവർത്തകർ പിരിഞ്ഞു പോകാൻ കൂട്ടാക്കുന്നില്ല. ബാരിക്കേഡ് ഭേദിച്ച് പോലീസിന് നേരെ നീങ്ങാൻ ശ്രമിക്കുന്നുണ്ട്. പോലീസുമായി വലിയ തോതിൽ വാക്കേറ്റവും ഉന്തും തള്ളും ഒരു സംഘർഷത്തിൻ്റെ വക്കോളം എത്തുന്നുണ്ട്. അവിടെയും പ്രതിഷേധം. ഷഫീദ് റാവുത്തർ, റിനു ശ്രീധർ രണ്ടുപേരും വിശദാംശങ്ങളുമായി ചേരുന്നു. ഷഫീദ്,
സംസ്ഥാന വ്യാപകമായി യൂത്ത് കോൺഗ്രസ് പ്രതിഷേധിക്കുകയാണ്. പലയിടത്തും സംഘർഷത്തിൽ കലാശിച്ചിട്ടുണ്ട്. എന്താണ് തിരുവനന്തപുരത്തു നിന്നുള്ള വിവരങ്ങൾ, ഷഫീദ്? വിജയകുമാർ, അല്പസമയം മുൻപാണ് തൃശ്ശൂരിലെ ഈ പോലീസ് കസ്റ്റഡി മർദ്ദനത്തിൽ പ്രതിഷേധിച്ചുകൊണ്ട് സെക്രട്ടേറിയറ്റിലേക്ക് തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റി, യൂത്ത് കോൺഗ്രസ് ജില്ലാ കമ്മിറ്റി നയിക്കുന്ന മാർച്ച് എത്തിയത്. ഈ മാർച്ച് നേരെ എത്തിയ ശേഷം ബാരിക്കേഡ് തകർക്കാനായിരുന്നു പ്രവർത്തകരുടെ ആദ്യ നീക്കം. അതിനുശേഷം അവർ ഈ പോലീസുകാർ ഈ ജലപീരങ്കി വാഹനത്തിന്റെ ഭാഗത്ത് നിൽക്കുകയായിരുന്ന പോലീസുകാരുടെ നേർക്ക് പാഞ്ഞെടുത്തു. അതിനുശേഷമാണ് പോലീസുമായി ചെറിയ ഉന്തും തള്ളും ഉണ്ടായിട്ടുള്ളത്. നിലവിൽ ഇപ്പോൾ ഈ പോലീസുകാരോട് നേർക്കുനേർ നിന്ന് മുദ്രാവാക്യം വിളിക്കുന്ന യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെയാണ് സെക്രട്ടേറിയറ്റിന് മുൻപിൽ കാണാൻ കഴിയുന്നത്. ഇവർ ഉന്നയിക്കുന്ന പ്രധാനപ്പെട്ട ആവശ്യം സംസ്ഥാന പോലീസിനെ കയറൂരി വിട്ട പോലീസ് പൊതുജനങ്ങളെ പൊതുനിരത്തിലിട്ട് തല്ലിച്ചതയ്ക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോയി. ഒരു തരത്തിലും പോലീസിന്റെ ചില നടപടിക്രമങ്ങൾ അംഗീകരിക്കാൻ കഴിയില്ല. കുറ്റക്കാരായിട്ടുള്ള പോലീസുകാർക്കെതിരെ കർശന നടപടി വേണം എന്നതടക്കമാണ് യൂത്ത് കോൺഗ്രസ് ഇപ്പോൾ ഉന്നയിക്കുന്ന ആവശ്യം. ഇക്കാര്യം ഒരു രാഷ്ട്രീയ വിഷയമായി ഇതിനോടകം തന്നെ കോൺഗ്രസ് ഉയർത്തിയിട്ടുണ്ട്. പ്രത്യേകിച്ച് തെരഞ്ഞെടുപ്പ് വർഷമാണ്. തദ്ദേശ തെരഞ്ഞെടുപ്പും നിയമസഭാ തെരഞ്ഞെടുപ്പും സജീവമായി വരാൻ പോകുന്നു. ഈ സാഹചര്യത്തിൽ പോലീസിന് നേരെ കല്ലേറുണ്ടായിരിക്കുന്നു വിജയകുമാർ. അതായത് പോലീസ് വാഹനത്തിന് നേരെ ഇപ്പോൾ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരുടെ ഭാഗത്ത് നിന്ന് കല്ലേറുണ്ടായിരിക്കുന്നു. തുടർച്ചയായി രണ്ടാം ഘട്ടം പോലീസ് ജലപീരങ്കി പ്രയോഗം നടത്തുന്നത് നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കും. കാര്യമായ പ്രതിഷേധം അത് യൂത്ത് കോൺഗ്രസിന്റെ ഭാഗത്ത് നിന്നുണ്ടായിട്ടുണ്ട്. അല്പസമയം മുൻപാണ് പോലീസ് വാഹനത്തിന് നേരെ കല്ലേറുണ്ടായത്. പോലീസിന്റെ വരുൺ വാഹനത്തിന് നേരെയാണ് കല്ലേറുണ്ടായിട്ടുള്ളത്. ഏതായാലും വലിയ രീതിയിൽ സംഘർഷസമാനമായ സാഹചര്യങ്ങളിലേക്ക് ഇവിടെ കാര്യങ്ങൾ പോകുന്നു എന്നുള്ളതാണ്. ഈ പ്രവർത്തകർ പിരിഞ്ഞു പോകുന്നില്ല, പകരം അവർ കൂടുതൽ പോലീസുകാരുള്ള സ്ഥലത്തേക്ക് പോലീസിന് നേർക്ക് വീണ്ടും പോലീസിന്റെ ഉന്തും തള്ളുമുണ്ടായിരിക്കുന്നു. പോലീസുമായി ഉന്തും തള്ളുമുണ്ടായിരിക്കുന്നു. ആ രീതിയിൽ പ്രതിഷേധം പോവുകയാണ്. പോലീസ് മർദ്ദനം, തൃശ്ശൂരിലെ 2 സ്ഥലങ്ങളുണ്ടായ പോലീസ് മർദ്ദനം, അതിനപ്പുറത്തേക്ക് ഇപ്പോൾ പുറത്തേക്ക് വരുന്ന പോലീസ് മർദ്ദനവുമായി ബന്ധപ്പെട്ട വാർത്തകൾ, അതിന്റെ പശ്ചാത്തലത്തിലായിരുന്നു വലിയ പ്രതിഷേധം സംഘടിപ്പിച്ചത്. ഇതിനോടകം തന്നെ കോൺഗ്രസ് ഇത് രാഷ്ട്രീയ വിഷയമായി ഉയർത്താൻ ചില നീക്കങ്ങൾ നടത്തുന്നുണ്ടായിരുന്നു. പ്രത്യേകിച്ച് ഈ സ്റ്റേഷൻ മർദ്ദനങ്ങളോ CCTV ദൃശ്യങ്ങൾ ശേഖരിക്കാൻ KPCC കഴിഞ്ഞ ദിവസം നിർദ്ദേശം നൽകിയിരുന്നു. വിവരാവകാശ നിയമം ഉപയോഗിക്കാനാണ് നീക്കം. കോൺഗ്രസ് പ്രവർത്തകർക്ക് നേരിട്ട മർദ്ദനത്തിന്റെ CCTV ദൃശ്യമടക്കം അവരെ കൊണ്ട് വിവരാവകാശം കൊടുപ്പിക്കും. മറ്റു പൊതുജനങ്ങൾക്ക് മറ്റാർക്കെങ്കിലും അങ്ങനെ മർദ്ദനമേറ്റിട്ടുണ്ടെങ്കിൽ ആ ദൃശ്യങ്ങളും ശേഖരിച്ച് പോലീസിനെതിരെ, സർക്കാരിനെതിരെ, ആഭ്യന്തര വകുപ്പിനെതിരെ ഒരു രാഷ്ട്രീയ നീക്കമായി ഇതിനെ ഉപയോഗിക്കാൻ കോൺഗ്രസും KPCCയും തീരുമാനിച്ചിട്ടുണ്ട്. ഈ പശ്ചാത്തലത്തിൽ കൂടിയാണ് രാഷ്ട്രീയമായ ഒരു വലിയ വിഷയമായി ഇത് ഉയർത്തിക്കൊണ്ട് സർക്കാരിനെയും ആഭ്യന്തര വകുപ്പിനെയും കുറ്റപ്പെടുത്താനുള്ള നിലവിൽ കോൺഗ്രസിന്റെ തീരുമാനം. KPCC നേരിട്ട് തന്നെ ഈ പോലീസ് മർദ്ദന വിഷയത്തിൽ, ഈ CCTV ദൃശ്യങ്ങൾ വരുന്ന വിഷയത്തിൽ അവരുടെ നിലപാട് വ്യക്തമാക്കുകയും കൂടുതൽ നീക്കങ്ങളുമായി മുന്നോട്ട് പോവുകയും ചെയ്യുകയാണ്. യൂത്ത് കോൺഗ്രസ് ഇന്ന് സംസ്ഥാന വ്യാപകമായിട്ടാണ് അവരുടെ പ്രതിഷേധ പരിപാടി നിശ്ചയിച്ചിട്ടുള്ളത്. അതിന്റെ ഭാഗമായിട്ടാണ് സംസ്ഥാനത്തിന്റെ വിവിധ ജില്ലകളിൽ ഈ പ്രതിഷേധം അരങ്ങേറുന്നത്. തിരുവനന്തപുരത്ത് സെക്രട്ടറിയേറ്റിന് മുൻപിലേക്കുള്ള യൂത്ത് കോൺഗ്രസ് പ്രതിഷേധം ചെറിയ രീതിയിലുള്ള സംഘർഷത്തിലേക്ക് കലാശിക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ ആ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ സെക്രട്ടറിയേറ്റിന്റെ സമരഗേറ്റിന് മുൻപിൽ നിന്ന് ജസ്റ്റ് മൂവ് ചെയ്ത് മുന്നോട്ട് പോകുന്നത് നമുക്ക് കാണാൻ സാധിക്കും. പക്ഷേ പ്രവർത്തകർ പൂർണ്ണ അർത്ഥത്തിൽ പിരിഞ്ഞു പോയിട്ടില്ല. പോലീസിന് നേരെ കല്ലേറുണ്ടായി, പോലീസ് വാഹനത്തിന് നേരെ കല്ലേറുണ്ടായതിനു ശേഷം പ്രവർത്തകർക്ക് നേരെ തുടർച്ചയായി 2 തവണ ജലപീരങ്കി പ്രയോഗം നടത്തിയതിനു ശേഷം പ്രവർത്തകർ ഇപ്പോൾ സെക്രട്ടറിയേറ്റിലെ സമരഗേറ്റിന് മുൻപിൽ മുദ്രാവാക്യം ഉയർത്തുകയാണ്. കസ്റ്റഡി മർദ്ദനം നടത്തിയിട്ടുള്ള പോലീസുകാർക്കെതിരെ കർശന നടപടിയെടുക്കണമെന്നുള്ളതാണ് നിലവിൽ ഇപ്പോൾ യൂത്ത് കോൺഗ്രസ് അവരുടെ സന്ദേശമായി, രാഷ്ട്രീയ സന്ദേശമായി ഉയർത്തിക്കൊണ്ട് ഇപ്പോൾ ഈ പ്രതിഷേധ പരിപാടികൾ സംസ്ഥാന വ്യാപകമായി സംഘടിപ്പിക്കുന്നത്. വിജയകുമാർ. തിരുവനന്തപുരത്ത് സെക്രട്ടേറിയറ്റിലേക്ക് യൂത്ത് കോൺഗ്രസ് നടത്തിയ പ്രതിഷേധ മാർച്ച് സംഘർഷത്തിൽ കലാശിച്ചു. പ്രവർത്തകർക്ക് നേരെ പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു. ഇപ്പോൾ അവിടെ പ്രവർത്തകർ തുടരുകയാണ്. അറസ്റ്റ് ചെയ്ത് നീക്കുമോ പോലീസ് എന്നാണ് പരിശോധിക്കേണ്ടത്. തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റിയാണ് പ്രതിഷേധ മാർച്ചിന് ആഹ്വാനം ചെയ്തത്. സംസ്ഥാനത്ത് പലയിടത്തും യൂത്ത് കോൺഗ്രസിന്റെ പോലീസ് സ്റ്റേഷൻ മാർച്ച് സംഘർഷത്തിൽ കലാശിച്ചു. പാലക്കാട് പ്രവർത്തകർക്ക് നേരെ ജലപീരങ്കി പ്രയോഗിച്ചു. കൊല്ലത്ത് ചവറയിൽ ആരോപണ വിധേയനായ പോലീസ് ഉദ്യോഗസ്ഥന്റെ വീട്ടിലേക്ക് നടത്തിയ മാർച്ചിൽ സംഘർഷമുണ്ടായിട്ടുണ്ട്. പലയിടത്തും സംഘർഷം ഉണ്ടായിട്ടുണ്ട്. പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു. പലയിടത്തും പ്രവർത്തകരെ നീക്കം ചെയ്യുന്നതിന് വേണ്ടി തിരുവനന്തപുരത്ത് സെക്രട്ടേറിയറ്റിന് മുന്നിലേക്കാണ് യൂത്ത് കോൺഗ്രസിന്റെ മാർച്ച്. റിനു ശ്രീധർ കൂടി ചേരുന്നുണ്ട് തിരുവനന്തപുരത്ത്. റിനു, പ്രവർത്തകർ പിരിഞ്ഞു പോകാൻ കൂട്ടാക്കുന്നില്ല. യൂത്ത് കോൺഗ്രസിനകത്തു നിന്ന് തന്നെ വിമർശനം ഉണ്ടായിരുന്നു. യൂത്ത് കോൺഗ്രസിന്റെ തലപ്പത്തൊരാളില്ലാത്തത് കൊണ്ട് അവിടെ സമരം നയിക്കാൻ ആളില്ല, ഗുരുതരമായ ഒരു സാഹചര്യം ഉണ്ടായിട്ടും ആ വിഷയത്തിൽ ഒരു പ്രതിഷേധം സംഘടിപ്പിക്കാൻ പോലും കഴിയുന്നില്ലെന്നൊക്കെയുള്ള വിമർശനം യൂത്ത് കോൺഗ്രസിലും ഒക്കെ ഉണ്ടായിരുന്നു. അതിനിടെയാണ് ഇത്തരം ഒരു സമരം സംസ്ഥാന വ്യാപകമായി നടക്കുന്നത്. എന്താണ് തിരുവനന്തപുരത്ത് ഇപ്പോൾ സംഭവിക്കുന്നത്? ലാത്തി വീശുകയാണോ പോലീസ് അവിടെ?
വിജയകുമാർ, യൂത്ത് കോൺഗ്രസിന്റെ പ്രവർത്തകർ സെക്രട്ടേറിയറ്റിനുള്ളിലേക്ക് ചാടിക്കടക്കാൻ ശ്രമിക്കുകയാണ്. പോലീസ് അവരെ തടയുവാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്, പക്ഷേ അവർ പിന്നോട്ടില്ല. ഈ സെക്രട്ടേറിയറ്റിന് മുൻവശത്തെ വേലിക്ക് മുകളിലേക്ക് കയറി നിന്ന് മുദ്രാവാക്യം വിളിക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ വേണ്ടി കഴിയുന്നത്. പോലീസ് അവരെ എതിർക്കുന്നുണ്ട്, പുറത്തേക്ക് ഇറക്കുവാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്. നേരത്തെ ഏകദേശം മിനിറ്റുകൾക്ക് മുമ്പാണ് യൂത്ത് കോൺഗ്രസ് തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സെക്രട്ടേറിയറ്റിന് മുന്നിലേക്ക് ഇവർ പ്രതിഷേധ മാർച്ചുമായി എത്തിയത്. തുടർന്ന് ബാരിക്കേഡ് മറിച്ചിടാൻ ശ്രമിക്കുന്നു. അതിനുശേഷം ഒരു വശത്ത് നിന്ന് പോലീസിന് നേരെ ആക്രോശിച്ചുകൊണ്ട് ഉന്തും തള്ളും ഉണ്ടാക്കുന്നു. തുടർന്നാണ് പോലീസ് ചെറിയ രീതിയിൽ ബലം പ്രയോഗിച്ചത്. അതിനുശേഷം ഇവർ പിരിഞ്ഞു പോകുന്ന വേഗേന ഒന്ന് മാറി നിൽക്കുന്നു. അതിനുശേഷമാണ് ഈ സെക്രട്ടേറിയറ്റിന് മതിൽ ചാടിക്കടക്കുന്നതിന് വേണ്ടി ഒരു ശ്രമം നടത്തുന്നത്. ഇതാ പോലീസ് ഉന്തും തള്ളും ബലം പ്രയോഗിക്കുന്ന ഒരു സാഹചര്യം ഈ പ്രവർത്തകർക്ക് നേരെ. പ്രവർത്തകർ പക്ഷേ പിന്നോട്ടില്ല. ഇവർ ഒരുമിച്ച് നിന്നുകൊണ്ട് പോലീസിനെ നേരിടുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ വേണ്ടി കഴിയുന്നത്. നേമം ഷജീർ യൂത്ത് കോൺഗ്രസിന്റെ ജില്ലാ അധ്യക്ഷനാണ്. ജില്ലാ അധ്യക്ഷന്റെ നേതൃത്വത്തിലാണ് ഈ ഒരു പോലീസ് സ്റ്റേഷൻ മർദ്ദനത്തിൽ പ്രതിഷേധിച്ചുകൊണ്ട് ഒരു പ്രതിഷേധവുമായി സെക്രട്ടറിയുടെ മുന്നിലേക്ക് എത്തിയത്. എന്തായാലും പോലീസ് വലിയ രീതിയിൽ ബലം പ്രയോഗിക്കുന്നുണ്ട്. ഇവരെ ഇവിടെ നിന്ന് മാറ്റുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ശ്രമം പോലീസ് നടത്തുന്നുണ്ട്, പക്ഷേ പിന്നോട്ടില്ല. മുന്നോട്ട് എന്നുള്ള ഒരു മുദ്രാവാക്യം ഉയർത്തിക്കൊണ്ട് തന്നെയാണ് ഇവർ ഈ ഒരു പ്രതിഷേധ നടത്തുന്നത്. എന്തായാലും ജലപീരങ്കി 2 റൗണ്ട് പ്രയോഗിച്ചു, എന്നിട്ടും പ്രവർത്തകർ പിരിഞ്ഞു പോകാൻ വേണ്ടി തയ്യാറായിട്ടില്ല. എന്തായാലും സംസ്ഥാന സർക്കാരിന് നേരെ വലിയ രീതിയിൽ ഒരു ആയുധമാക്കിക്കൊണ്ട് യൂത്ത് കോൺഗ്രസും ഈ സ്റ്റേഷൻ മർദ്ദനം, ലോക്കപ്പ് മർദ്ദനം മുന്നിൽ കണ്ടുകൊണ്ടുള്ള പ്രതിഷേധം തന്നെയാണ് സംസ്ഥാന വ്യാപകമായി സംഘടിപ്പിച്ചിരിക്കുന്നത്. ഇപ്പോൾ സെക്രട്ടേറിയറ്റിന്റെ മുന്നിൽ സെക്രട്ടേറിയറ്റിന്റെ മതിൽ ചാടിക്കടക്കുന്നതിന് വേണ്ടി വീണ്ടും ഒരു ശ്രമം പ്രവർത്തകരുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നുണ്ട്. പോലീസ് അവരെ തടയുവാൻ വേണ്ടി ശ്രമിക്കുകയും ചെയ്യുന്നുണ്ട്. എന്തായാലും നേതാക്കൾ കൂടുതൽ പ്രവർത്തകരെ ഇവിടേക്ക് എത്തിച്ച്, മറ്റ് സ്ഥലങ്ങളിലേക്ക് ചിതറിയോടിയ പ്രവർത്തകരെ ഇവിടേക്ക് എത്തിച്ച് ഈ സമരം ബലപ്പെടുത്തുന്നുണ്ട്. പക്ഷേ പോലീസ് നല്ല രീതിയിൽ തന്നെ ബന്ദോബസ്ത് ഉണ്ടാക്കിയിട്ടുണ്ട്. സെക്രട്ടേറിയറ്റിനുള്ളിലേക്ക് ഇവർ ചാടിക്കടക്കാതെ വലിയ രീതിയിലുള്ള ഒരു ഇടപെടലും പോലീസിന്റെ ഭാഗത്തു നിന്നുണ്ടായാലും എന്തായാലും സെക്രട്ടേറിയറ്റിന്റെ ഉള്ളിലേക്ക് സെക്രട്ടേറിയറ്റിനുള്ളിലേക്ക് ചാടിക്കടക്കാൻ പ്രവർത്തകർ പലയിടത്തും ശ്രമിക്കുന്നുണ്ട്. പോലീസ് അവരെ തടയുകയും ചെയ്യുന്നുണ്ട്. പ്രവർത്തകരെ സെക്രട്ടേറിയറ്റിന്റെ മതിലിനകത്ത് നിന്ന് പോലീസ് നേരിടുന്നുണ്ട്, പുറത്തും പോലീസുണ്ട്. ഇപ്പോഴും ചില പ്രവർത്തകർ ചില ഭാഗങ്ങളിൽ ഈ മതിൽ ചാടി ഗേറ്റ് കടന്നൊക്കെ പോകാൻ നോക്കുന്നുണ്ട്. അവരെ പോലീസ് തിരിച്ചയക്കുകയാണ്. ഒരു സംഘർഷ സാഹചര്യം അവിടെയുണ്ട്. ഇപ്പോഴും പ്രവർത്തകർ പിരിഞ്ഞു പോകാൻ കൂട്ടാക്കുന്നില്ല. സെക്രട്ടേറിയറ്റിനകത്തേക്ക് അകത്തേക്ക് ചാടിക്കടക്കാൻ പ്രവർത്തകർ പലതവണ ശ്രമിച്ചു. പോലീസ് അവരെ പ്രതിരോധിച്ചു. 1-2 തവണ പോലീസിന് ബലം പ്രയോഗിക്കേണ്ടി വരികയും ചെയ്തു. പക്ഷേ ഇപ്പോഴും പ്രവർത്തകർ കൂട്ടാക്കുന്നില്ല. ചില പ്രവർത്തകർക്ക്, യൂത്ത് കോൺഗ്രസിൻ്റെ ചില പ്രവർത്തകർ ഇതിനിടയിൽ മതിലിനപ്പുറത്തേക്ക് ചാടിയോ എന്ന സംശയവുമുണ്ട്. ഷഫീദ് തുടരുന്നുണ്ട്. ഷഫീദ്, എന്താണ് ഈ പ്രവർത്തകർ പിരിഞ്ഞു പോകുന്നില്ല? സെക്രട്ടേറിയറ്റിനകത്തേക്ക് കടന്നിട്ടുണ്ടോ പ്രവർത്തകർ, അതോ ആ ശ്രമം പോലീസ് പരാജയപ്പെടുത്തിയോ? വിജയകുമാർ, ഇതുവരെയും സെക്രട്ടേറിയറ്റിന്റെ അകത്തേക്ക് പ്രവർത്തകർ കടന്നിട്ടില്ല. പലതവണ ഈ മതിൽ ചാടിക്കടക്കാനുള്ള ശ്രമം നടക്കുകയും പിന്നീട് ഈ സെക്രട്ടേറിയറ്റിന്റെ അകത്ത് ഗാർഡ് ഡ്യൂട്ടിയിലുള്ള ഉദ്യോഗസ്ഥർ അവരെ നേരിടുകയും ചെയ്യുന്ന സാഹചര്യമുണ്ട്. ഇപ്പോൾ അതാണ് ചെറിയ രീതിയിലുള്ള സംഘർഷത്തിലേക്കും തർക്കത്തിലേക്കും ഒക്കെ കാര്യങ്ങൾ നയിച്ചത്. അതായത് ഈ പോലീസ് ഉദ്യോഗസ്ഥർ സെക്രട്ടേറിയറ്റിന്റെ കോമ്പൗണ്ടിന്റെ പുറത്ത് നിന്ന് ഈ പ്രതിഷേധക്കാരെ ഇങ്ങനെ മാറ്റാൻ ശ്രമിക്കുമ്പോൾ ചില പ്രവർത്തകർ സെക്രട്ടേറിയറ്റിന്റെ മതിൽ ചാടിക്കടക്കാൻ ശ്രമിച്ചു. ആ സമയത്ത് സെക്രട്ടേറിയറ്റിന്റെ അകത്ത് ഗാർഡ് ഡ്യൂട്ടിയിലുള്ള ഒരു പോലീസ് ഉദ്യോഗസ്ഥനെ പിടിച്ചു തള്ളിയതും ലാത്തി കൊണ്ട് കുത്തിയതും അതാണ് നിലവിൽ ഇപ്പോൾ ഈ പ്രൊവോക്കേഷന്റെ ഒരു കാരണമായി പറയുന്ന കാര്യം. ഏതായാലും തിരുവനന്തപുരം സെക്രട്ടേറിയറ്റിന് മുൻപിൽ സംഘർഷസമാനമായ സാഹചര്യം തുടരുന്നു. യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ ഇതുവരെയും പിരിഞ്ഞു പോയിട്ടില്ല. സെക്രട്ടേറിയറ്റിന് മുൻപിലെ പ്രധാനപ്പെട്ട റോഡിൽ അവർ പ്രതിഷേധ പ്രകടനം നടത്തുന്നതാണ് നമുക്ക് ഈ ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കുന്നത്. സ്വാഭാവികമായും വലിയ തരത്തിലുള്ള പ്രതിഷേധം, ഒരു രാഷ്ട്രീയ വിഷയം എന്ന രീതിയിൽ വലിയ തരത്തിലുള്ള പ്രതിഷേധം അത് പ്രതിപക്ഷം ഉയർത്തുന്നുണ്ട്. പക്ഷേ ഈ രീതിയിൽ അതൊരു തെരുവ് യുദ്ധമായി കാര്യങ്ങൾ പോകും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. മാത്രമല്ല അതൊരു ക്യാമ്പയിനായി ഉയർത്തുകയും ചെയ്യും. സെക്രട്ടേറിയറ്റിന് മുൻപിൽ ഏതാണ്ട് അരമണിക്കൂറായി സംഘർഷസമാനമായ സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ പോയിരിക്കുകയാണ്. ഏതെങ്കിലും തരത്തിൽ അതിന് അയവ് വന്നു നമുക്ക് പറയാൻ കഴിയില്ല. ഇപ്പോൾ ഒരു പ്രതിഷേധ മാർച്ച് നടക്കുന്നുണ്ട്. പക്ഷേ ഈ സെക്രട്ടേറിയറ്റിന്റെ അകത്തേക്ക് ചാടിക്കടക്കാനുള്ള നീക്കവും അതും സജീവമായി തുടരുകയാണ്. ഏതായാലും ഇതൊരിപ്പോൾ ഒരു പ്രതിഷേധ പ്രകടനമായി സെക്രട്ടേറിയറ്റ് നോർത്ത് ഗേറ്റിൽ നിന്ന് സൗത്ത് ഗേറ്റിലേക്ക് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ എത്തുകയാണ്. സെക്രട്ടേറിയറ്റ് സൗത്ത് ഗേറ്റിലും കാര്യമായിട്ടുള്ള പോലീസ് സുരക്ഷ ഒരുക്കിയിട്ടുണ്ട്. ഏതെങ്കിലും തരത്തിൽ ഈ പ്രവർത്തകർ മതിൽ ചാടി കടന്നാൽ അത് സ്വാഭാവികമായും സുരക്ഷാ വീഴ്ചയാകും. പോലീസിനെ സംബന്ധിച്ച് പോലീസ് സ്റ്റേഷൻ മർദ്ദന ആരോപണത്തിൽ ഒരു പ്രതിഷേധ പ്രകടനം നടത്തുമ്പോൾ എത്ര പ്രൊവോക്കേഷൻ ഉണ്ടായാലും തിരികെ അവർക്ക് ആക്ട് ചെയ്യാൻ കഴിയില്ല എന്നുള്ളൊരു ഒരു കാര്യം കൂടിയുണ്ട്. അതുകൊണ്ട് കനത്ത സുരക്ഷ ഒരുക്കുന്നവരെന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇപ്പോൾ ഈ നോർത്ത് ഗേറ്റിൽ നിന്നും സെക്രട്ടേറിയറ്റ് സൗത്ത് ഗേറ്റിലേക്ക് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ എത്തുന്നു. പോലീസുമായി ഉന്തും തള്ളും ഉണ്ടാകുന്നു. നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കും. പോലീസിനെ പ്രൊവോക്ക് ചെയ്യുന്നുണ്ട്. പക്ഷേ ഇങ്ങനൊരു വിഷയത്തിൽ പോലീസ് തിരിച്ച് അവരുടെ ഭാഗത്ത് നിന്ന് കടുത്ത ആക്ട് ഉണ്ടാകില്ല. കർശനമായിട്ടുള്ള
കൃത്യമായിട്ടുള്ള നിർദ്ദേശം പോലീസിന് കൊടുത്തിട്ടുണ്ട്. സംയമനത്തോടെ ഇത് നേരിടണം, ഈ സമരത്തെ നേരിടണം എന്നുള്ള കർശന നിർദ്ദേശം ഉന്നത ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്നുണ്ടായിട്ടുണ്ട്. ഇപ്പോൾ കന്റോൺമെന്റ് ACP ഉൾപ്പെടെ മുതിർന്ന ഉദ്യോഗസ്ഥർ, തിരുവനന്തപുരം DCP ഉൾപ്പെടെയുള്ളവർ ഈ പ്രതിഷേധ സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. ഈ പ്രവർത്തകർ പിരിഞ്ഞു പോകണമെന്നുള്ള ആവശ്യം പോലീസ് നിരന്തരമായി ഉന്നയിക്കുന്നുണ്ട്. ഇപ്പോൾ സൗത്ത് ഗേറ്റിന്റെ ഭാഗത്തേക്കാണ് ഇപ്പോൾ ഈ പ്രതിഷേധം എത്തിയിട്ടുള്ളത്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, സാധാരണഗതിയിൽ സെക്രട്ടേറിയറ്റിൽ നമ്മൾ സമര ഗേറ്റ്, നോർത്ത് ഗേറ്റാണ്, ആ നോർത്ത് ഗേറ്റിലാണ് നമ്മൾ ഇതിങ്ങനെ കാണാറുള്ളത്. പക്ഷേ അതിനപ്പുറത്തേക്ക് ഇപ്പോൾ സൗത്ത് ഗേറ്റിലേക്ക് ഈ സമരം പ്രതിഷേധ പരിപാടികൾ എത്തി എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ആ രീതിയിൽ കാര്യങ്ങൾ പോയിരിക്കുന്നു. വലിയ പ്രതിഷേധമുണ്ടാകും. തിരുവനന്തപുരം DCP, കന്റോൺമെന്റ് ACP, അതേപോലെ തന്നെ മറ്റു പലതരത്തിലുള്ള പോലീസ് സ്റ്റേഷനിൽ നിന്നുള്ള പോലീസ് ഉദ്യോഗസ്ഥരടക്കം എത്തി വലിയ സുരക്ഷ ഇതുമായി ബന്ധപ്പെട്ട് ഒരുക്കുന്നുണ്ട്. യൂത്ത് കോൺഗ്രസ് അവരുടെ പൊളിറ്റിക്കൽ ക്യാമ്പയിനായി ഈ വിഷയം ഉയർത്തുന്നുവെന്ന് നമുക്ക് കൂടുതൽ ഉറപ്പിക്കാൻ കഴിയുന്ന തരത്തിലേക്ക് അവരുടെ പ്രതിഷേധം, അവരുടെ ജില്ലാ കേന്ദ്രങ്ങളിലെ പ്രതിഷേധവും തിരുവനന്തപുരം സെക്രട്ടേറിയറ്റിലെ പ്രതിഷേധവും പോകുന്നുണ്ട്. ഇപ്പോൾ ഈ പ്രവർത്തകരെ ഇവിടെ നിന്ന് ബലം പ്രയോഗിച്ച് നീക്കാനുള്ളൊരു ശ്രമം അത് നമുക്ക് ആ ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കും. പ്രവർത്തകരെ ബലം പ്രയോഗിച്ച് പോലീസ് വാഹനത്തിലേക്ക് നീക്കുന്നതാണ് നമുക്ക് ഈ ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കുന്നത്. ഒരു തെരുവ് യുദ്ധത്തിന് സമാനമായി, ഒരുപക്ഷേ ഒരു പൊളിറ്റിക്കൽ ക്യാമ്പയിൻ എന്ന രീതിയിൽ പ്രതിപക്ഷം ഒരിടവേളയ്ക്ക് ശേഷമായിട്ടായിരിക്കും ഒരു വിഷയം എടുക്കുന്നത്. പോലീസ് മർദ്ദനമാകുമ്പോൾ സ്വാഭാവികമായും ആ രീതിയിൽ അവരത് ക്യാമ്പ് ചെയ്യപ്പെടും, അത് ഓഡിറ്റ് ചെയ്യപ്പെടും. സ്വാഭാവികമായി തിരുവനന്തപുരം സെക്രട്ടേറിയറ്റിന്റെ സൗത്ത് ഗേറ്റിന് മുൻപിൽ പോലീസും പ്രവർത്തകരും തമ്മിൽ നേരിട്ട് ഏറ്റുമുട്ടുന്നത്, ബലം പ്രയോഗിച്ച് പോലീസ് ആളുകളെ പിടിച്ചുകൊണ്ട് പോകുന്നതടക്കം നമുക്ക് ഈ ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കും. ആ രീതിയിൽ വലിയ പ്രതിഷേധം ഉണ്ടാകുന്നുണ്ട്, വലിയ പ്രതിഷേധത്തിന്റെ നീക്കങ്ങൾ നടക്കുന്നുണ്ട്. ഇപ്പോൾ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കുന്നത് ഈ മതിൽ ചാടിക്കടക്കുകയും പോലീസിനെ പ്രൊവോക്ക് ചെയ്യുകയും ചെയ്ത യൂത്ത് കോൺഗ്രസ് പ്രവർത്തകനെ പോലീസ് ഉദ്യോഗസ്ഥർ സംഘം ചേർന്നത് ബലം പ്രയോഗിച്ച് നീക്കം ചെയ്തുകൊണ്ട് പോകുന്നതാണ് നമുക്ക് ആ ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കുന്നത്. അങ്ങനെ പ്രവർത്തകരെ അറസ്റ്റ് ചെയ്ത് നീക്കുന്നുണ്ട്. പിരിഞ്ഞു പോകാൻ പ്രവർത്തകർ തയ്യാറായിരുന്നില്ല. അപ്പോഴാണ് ബലം പ്രയോഗിച്ചുള്ള നീക്കം ചെയ്യലിലേക്ക് കാര്യങ്ങൾ പോയിട്ടുള്ളത്. കൂടുതൽ പ്രവർത്തകരെ ബലം പ്രയോഗിച്ച് എടുത്ത് പോലീസ് വാഹനത്തിലേക്ക് കയറ്റുന്നത് നമുക്ക് ഈ ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കും. അങ്ങനെ ഒരു ലോ ആൻഡ് ഓർഡർ ഇഷ്യൂ അത് ഒരു തരത്തിലും ഇനി തിരുവനന്തപുരം സെക്രട്ടേറിയറ്റിന് മുൻപിൽ ഈ പ്രതിഷേധവുമായി ബന്ധപ്പെട്ട് നടപ്പാവില്ലെന്ന് പോലീസ് ഉറപ്പാക്കുകയാണ്. കഴിഞ്ഞ 40-45 മിനിറ്റായി തിരുവനന്തപുരം സെക്രട്ടേറിയറ്റിന് മുൻപിൽ ഈ പ്രതിഷേധം നടന്നിരുന്നു. യൂത്ത് കോൺഗ്രസിന്റെ പ്രതിഷേധം നടന്നിരുന്നു. സെക്രട്ടേറിയറ്റ് നോർത്ത് ഗേറ്റ്, സമര ഗേറ്റിന് മുൻപിൽ നിന്ന് സൗത്ത് ഗേറ്റിലേക്ക് വരെ ആ പ്രതിഷേധം നീളുകയും ചെയ്തു. നിലവിൽ ഇപ്പോൾ ഈ സൗത്ത് ഗേറ്റിന് മുൻപിലുള്ള പ്രവർത്തകരെ പോലീസ് ബലം പ്രയോഗിച്ച് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. സംഘർഷ സമാനമായ സാഹചര്യമായിരുന്നു. പ്രവർത്തകർ സെക്രട്ടേറിയറ്റിന്റെ മതിൽ ചാടിക്കടക്കാനുള്ള ശ്രമം നടത്തി. കൂടുതൽ പോലീസുകാർ ഈ പ്രവർത്തകരെ പൂർണ്ണമായും ഇവിടെ നിന്ന്, ഈ ഭാഗത്ത് നിന്ന്, റോഡിൽ നിന്ന് നീക്കം ചെയ്യുകയാണ്. പോലീസിന് നേർക്ക് കല്ലേറുണ്ടായി, പോലീസിന്റെ ഷീൽഡ് തകർക്കുന്ന സാഹചര്യമുണ്ടായി, പോലീസിന്റെ ലാത്തി പിടിച്ചു വാങ്ങുന്ന സാഹചര്യമുണ്ടായി, സെക്രട്ടേറിയറ്റിന്റെ മതിൽ ചാടിക്കടക്കുന്ന സാഹചര്യമുണ്ടായി. അങ്ങനെ ഒരു കുറച്ചു നേരത്തേക്കെങ്കിലും സംഘർഷ സമാനമായ സാഹചര്യങ്ങൾക്കൊടുവിൽ സെക്രട്ടേറിയറ്റിന് മുൻപിൽ നിന്ന് ഈ സെക്രട്ടേറിയറ്റിന്റെ മതിൽ ചാടിക്കടക്കാൻ ശ്രമിച്ച പ്രവർത്തകരെ നീക്കം ചെയ്യുന്നതാണ് നമുക്ക് ഈ ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കുന്നത്. വിജയകുമാർ. നോർത്ത് ഗേറ്റിൽ നിന്ന് സൗത്ത് ഗേറ്റിലേക്ക് പ്രവർത്തകരെത്തി. അവിടെ പ്രതിഷേധമായിരുന്നു. ഇപ്പോൾ പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്ത്, ബലപ്രയോഗത്തിലൂടെ തന്നെയാണ് അറസ്റ്റ് ചെയ്ത് അവിടുന്ന് മാറ്റുകയാണ്. ലാത്തിചാർജിലേക്ക് പോകാതെ അത് ഉറപ്പുവരുത്താൻ പോലീസ് പ്രത്യേകം ശ്രദ്ധിച്ചിരുന്നു. പലതവണ പ്രവർത്തകരുടെ ഭാഗത്തുനിന്ന് പ്രകോപനം ഉണ്ടായെങ്കിലും, വലിയ ഉന്തും തള്ളും രൂക്ഷമായ വാക്കേറ്റവും ഒക്കെ ഉണ്ടായെങ്കിലും ലാത്തി വീശുന്നത് ഉൾപ്പെടെ ഉള്ള കടുത്ത നടപടിയിലേക്ക് പോലീസ് കടന്നിട്ടില്ല എന്നത് ശ്രദ്ധേയമാണ്. കസ്റ്റഡി മർദ്ദനം ചോദ്യം ചെയ്ത് അതിനെതിരെ വലിയ പ്രതിഷേധം സംഘടിപ്പിക്കുമ്പോൾ വീണ്ടും ലാത്തിചാർജ് ഉൾപ്പെടെ കടുത്ത നടപടികൾ പാടില്ല എന്ന നിർദ്ദേശം പോലീസിനുണ്ട് എന്ന് തോന്നുന്നു. പലതവണ പ്രകോപനം ഉണ്ടായിട്ടും പോലീസ് ലാത്തി വീശിയിട്ടില്ല. സെക്രട്ടേറിയറ്റിന്റെ മതിൽ ചാടിക്കടക്കാൻ ശ്രമിച്ച പ്രവർത്തകരെയും പോലീസ് അവിടെ നിന്ന് മാറ്റുകയായിരുന്നു. ഇപ്പോൾ അറസ്റ്റ് ചെയ്ത് നീക്കിയിട്ടുണ്ട്. അതേസമയം കുന്നംകുളം പോലീസ് സ്റ്റേഷൻ മർദ്ദനത്തിൽ പ്രതിഷേധിച്ച് അതിൽ പങ്കാളിയായ സുജിത്തിനെ മർദ്ദിച്ച CPO സന്ദീപിന്റെ കൊല്ലം ചവറയിലെ വീട്ടിലേക്ക് യൂത്ത് കോൺഗ്രസ് നടത്തിയ മാർച്ചിലും സംഘർഷമുണ്ടായി. പ്രവർത്തകരെ പിന്നീട് പോലീസ് അവിടെ അറസ്റ്റ് ചെയ്ത് നീക്കി. ബലപ്രയോഗത്തിലൂടെയാണ് അവിടെയും പോലീസ് പ്രവർത്തകരെ അറസ്റ്റ് ചെയ്ത് നീക്കിയത്. വിശദാംശങ്ങളാണ് തിരുവനന്തപുരത്തു നിന്നും കൊല്ലത്തു നിന്നും ഞങ്ങളുടെ പ്രതിനിധികൾ നൽകിയത്. തൃശൂർ പീച്ചിയിലെ പോലീസ് സ്റ്റേഷൻ മർദ്ദനത്തിലും സസ്പെൻഷൻ സാധ്യത തേടി പോലീസ്. ആരോപണ വിധേയനായ PM രതീഷ് ഇപ്പോൾ കൊച്ചി കടവന്ത്ര സ്റ്റേഷനിൽ CI ആണ്. രതീഷിനെ സസ്പെൻഡ് ചെയ്യാനാണ് ആലോചന. രതീഷിനെതിരായ അന്വേഷണ റിപ്പോർട്ട് ദക്ഷിണ മേഖല IG-യുടെ ഓഫീസിൽ 8 മാസമായി നടപടി കാത്തുകിടക്കുകയാണ്. ഈ ഫയൽ പരിശോധിച്ച് വേഗത്തിൽ തീരുമാനമെടുക്കാൻ DGP നിർദ്ദേശം നൽകിയിട്ടുണ്ട്. IG ശ്യാം സുന്ദർ ഇന്ന് തന്നെ തീരുമാനമെടുത്തേക്കുമെന്നാണ് സൂചന. ഇപ്പോൾ പുറത്തുവന്ന CCTV ദൃശ്യങ്ങൾ തെളിവായി രേഖപ്പെടുത്താൻ ആദ്യ അന്വേഷണത്തിൽ സാധിച്ചിട്ടില്ല എന്നാണ് പോലീസ് വിശദീകരിക്കുന്നത്. പോലീസ് സ്റ്റേഷൻ മർദ്ദനങ്ങളിൽ പോലീസിനെതിരെ രൂക്ഷ വിമർശനവുമായി മന്ത്രി വി ശിവൻകുട്ടി. പോലീസ് സേനയ്ക്ക് നാണക്കേടുണ്ടാക്കുന്ന ചില ഉദ്യോഗസ്ഥരുണ്ട്, ഇത്തരക്കാരെ കൈകാര്യം ചെയ്യാനാണ് തീരുമാനമെന്ന് മന്ത്രി പറഞ്ഞു. പോലീസ് അതിക്രമങ്ങളെ മുഖ്യമന്ത്രി ന്യായീകരിക്കുകയാണെന്ന് KPCC അധ്യക്ഷൻ സണ്ണി ജോസഫ് കുറ്റപ്പെടുത്തി. ഏത് പോലീസുകാരൻ നിയമവിരുദ്ധമായും ജനാധിപത്യ വിരുദ്ധമായിട്ടും
ആൾക്കാരെ ഈ രൂപത്തിൽ കൈകാര്യം ചെയ്താൽ അവരെ കർശന നടപടി സ്വീകരിക്കണമെന്നുള്ളത് തന്നെയാണ് ഗവൺമെൻറ്റിൻ്റെ നിലപാട്. സേനയിൽ തന്നെ നിലനിർത്തുവാൻ യോഗ്യതയില്ലാത്ത ചില ഓഫീസർമാരുണ്ട്. അവരെല്ലാം കൈകാര്യം ചെയ്യാൻ വേണ്ടി പോവുകയാണ്. മുഖം നോക്കാതെയുള്ള നടപടി സ്വീകരിക്കും. ആജ്ഞാനുവർത്തികളായി നിൽക്കുന്ന പോലീസുകാർ എത്ര നിയമലംഘനം നടത്തിയാലും അവരെ സംരക്ഷിക്കുന്നു. പൗരന്മാരുടെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകേണ്ട പോലീസ് അത് കവർന്നെടുക്കുന്ന ചിത്രമാണ് കേരളത്തിൽ കാണുന്നത്. അത് കുന്നംകുളത്തോ അല്ലെങ്കിൽ പീച്ചിയിലോ മാത്രമല്ല, പല സ്റ്റേഷനിലും അത്തരം സംഭവങ്ങൾ ആവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. വയനാട് പെരിക്കല്ലൂരിൽ കോൺഗ്രസ് നേതാവിനെ കള്ളക്കേസിൽ കുടുക്കിയ സംഭവത്തിൽ അന്വേഷണ കമ്മീഷനെ നിയമിക്കാൻ KPCC. കേസിൽ കുടുങ്ങി 17 ദിവസം ജയിലിൽ കിടന്ന തങ്കച്ചൻ നൽകിയ പരാതിയിലാണ് പാർട്ടി നടപടി. ഒരാഴ്ചയ്ക്കകം നടപടി സ്വീകരിക്കുമെന്ന് ഉറപ്പ് ലഭിച്ചതായി തങ്കച്ചൻ പറഞ്ഞു. നിന്നെ വീട്ടിൽ കടത്തി ഉറക്കില്ല എന്ന് DCC സെക്രട്ടറി പറയുമ്പോൾ അദ്ദേഹത്തിന്റെ തൊട്ടടുത്ത് DCC പ്രസിഡന്റ് ഇരിപ്പുണ്ട്. അറിവുണ്ടാകാം. അത് ഏതായാലും അന്വേഷണം, പാർട്ടി തല അന്വേഷണവും പോലീസ് തല അന്വേഷണവും വരട്ടെ. വന്നിട്ടില്ല. വന്നു നമ്മള് ഗൂഢാലോചന നടത്തിയവരെ കണ്ടെത്താൻ പോലീസ് അന്വേഷണവും ഊർജിതമാക്കിയിട്ടുണ്ട്. പോലീസ് നേരത്തെ തന്നെ വിശദമായ അന്വേഷണം നടത്തേണ്ടതായിരുന്നുവെന്നും കോൺഗ്രസ് നേതാക്കൾക്ക് ആർക്കെങ്കിലും പങ്കുണ്ടെങ്കിൽ നടപടിയെടുക്കുമെന്നും KPCC അധ്യക്ഷൻ പ്രതികരിച്ചു. വളരെ ദൗർഭാഗ്യകരമായ സംഭവമാണത്. വീട്ടിൻ്റെ മുറ്റത്ത് നിന്നോ ഇത്തരത്തിലുള്ള നിരോധിത ഉൽപ്പന്നങ്ങൾ കണ്ടെടുത്തു എന്ന് പറഞ്ഞാൽ അത് പോലീസ് അന്വേഷിക്കണമായിരുന്നു. നിരപരാധിത്വം ആവർത്തിച്ചു പറഞ്ഞു എങ്കിലും പോലീസ് അത് കേൾക്കാൻ തയ്യാറായില്ല. അതിൻ്റെ സാഹചര്യങ്ങൾ പരിശോധിച്ചാൽ തന്നെ ഇതൊരു കെട്ടിച്ചമച്ച കേസാണ് എന്ന് മനസ്സിലാക്കാനുള്ള സാമാന്യ ബുദ്ധി പോലീസ് അവിടെ പ്രകടിപ്പിച്ചില്ല. കോൺഗ്രസിൻ്റെ അകത്ത് ആർക്കെങ്കിലും അതിന് പങ്കുണ്ടെങ്കിൽ ഗൗരവബുദ്ധിയ ആ കാര്യത്തിൽ കോൺഗ്രസ് പാർട്ടി അച്ചടക്ക നടപടികൾ സ്വീകരിക്കും. പോലീസിന് പിന്നാലെ വനം വകുപ്പ് ഉദ്യോഗസ്ഥർക്കെതിരെയും മർദ്ദന ആരോപണം. 5 വർഷം മുൻപ് നേരിട്ട ക്രൂരമർദ്ദനത്തെക്കുറിച്ച് തുറന്നു പറഞ്ഞ് പൊതുപ്രവർത്തകനായ മലപ്പുറം നിലമ്പൂർ അകമ്പാടം സ്വദേശി ബൈജു ആൻഡ്രൂസ് രംഗത്തെത്തി. ഭയം കൊണ്ടാണ് പുറത്തു പറയാതിരുന്നത് എന്നും മർദ്ദനത്തിന് ശേഷം നിത്യരോഗി ആയെന്നും ബൈജു 24നോട് പ്രതികരിച്ചു. പൊതുപ്രവർത്തകനായ ബൈജു ആൻഡ്രൂസിന്റെ സുഹൃത്തിനെ തോക്കുപയോഗിച്ച് മാനിനെ വെടിവെച്ച കേസിൽ 2020 വനം വകുപ്പ് കസ്റ്റഡിയിലെടുത്തിരുന്നു. ഇതേ കേസിൽ അകമ്പാടം ഫോറസ്റ്റ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയ ബൈജുവിനെ എന്തിന് കസ്റ്റഡിയിലെടുത്തുവെന്ന വിവരം പോലും കൈമാറാതെ 4 വനം വകുപ്പ് ഉദ്യോഗസ്ഥരും സ്റ്റേഷൻ ഡ്യൂട്ടിയിൽ ഉണ്ടായിരുന്ന പോലീസുകാരനും ചേർന്ന് ക്രൂരമായി മർദ്ദിച്ചുവെന്ന് ബൈജു 24നോട്. അവരുടെ റൂമിന്റെ ഉള്ളിലേക്ക് തള്ളിയിട്ടിട്ട് ഒരു കട്ടിലിനകത്തോട്ട് കൊണ്ട് എന്നെ കട്ടിലേക്ക് മറിച്ചിട്ട് എന്നെ ഭയങ്കരമായിട്ട് ഉപദ്രവിച്ചിട്ടുണ്ട്. എൻ്റെ തലക്കടിക്കുകയും എന്നെ വളകടിക്കുകയും കുനിച്ചു നിർത്തി എന്നെ എൻ്റെ മുതുകത്ത് ഇടിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. ആ സമയത്ത് അവിടെ കിടന്ന ഒരു തടിക്കഷ്ണം ഉപയോഗിച്ചിട്ട് ഇവരെൻ്റെ തലയ്ക്ക് ഇടിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. കോവിഡ് കാലമായതുകൊണ്ട് കോടതി ഓൺലൈനായിരുന്നു. പേടികൊണ്ട് മർദ്ദിച്ചത് പറഞ്ഞില്ല. കുന്നംകുളത്തെ സംഭവമാണ് തുറന്നു പറയാൻ ധൈര്യം തന്നത്. മുഖ്യമന്ത്രിക്കും വനം മന്ത്രിക്കും ഉടൻ പരാതി നൽകും. ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. അപ്പം എല്ലാവരുടെ മുന്നിൽ പറയാൻ പറ്റാത്ത വിഷയങ്ങളുണ്ട്. രേഖാമൂലം പരാതി കാര്യങ്ങളൊന്നും കൊടുക്കാൻ സാധിച്ചിട്ടില്ല. അപ്പോൾ ഞാനിന്ന് ഇപ്പം അതിൻ്റെ ഒരു നിയമോപദേശവും കാര്യങ്ങളൊക്കെ തേടിയിട്ടിരിക്കുകയാണ്. പരാതിയായിട്ട് മുന്നോട്ട് പോകാനുള്ള തീരുമാനത്തിലാണ്. പോലീസിന് കൊടുക്കണം, അതുപോലെ മുഖ്യമന്ത്രിക്ക് കൊടുക്കണം, പിന്നെ വനം വകുപ്പുമായിട്ട് ബന്ധപ്പെട്ട സംഗതിക്ക് എല്ലാം കൊടുക്കാനുള്ള തീരുമാനത്തിലാണ്. ഈ സംഭവത്തിന് ശേഷം ബൈജു കൃഷി ഉപേക്ഷിച്ചു. വിട്ടുമാറാത്ത പല അസുഖങ്ങളും മർദ്ദനത്തിന് ശേഷം ഉണ്ടെന്നും അദ്ദേഹം പറയുന്നു. കേസ് ഇപ്പോഴും കോടതിയിലുമാണ്. വിപിൻ സി വിജയൻ, 24 മലപ്പുറം. KPCCയെ പ്രതിരോധത്തിലാക്കിയ BD ബിഹാർ വിവാദത്തിന് പിന്നാലെ VT ബൽറാമിന് പിന്തുണയുമായി നേതൃത്വം. ഡിജിറ്റൽ മീഡിയ സെല്ലിന്റെ ചുമതലയിൽ നിന്ന് VT ബൽറാമിനെ നീക്കിയിട്ടില്ല എന്നാണ് KPCC അധ്യക്ഷന്റെ പുതിയ വിശദീകരണം. ബൽറാം രാജിവെച്ചു എന്ന വാർത്തയും സണ്ണി ജോസഫ് തള്ളി. എന്നാൽ ദേശീയ വിഷയങ്ങളിൽ സ്വന്തം നിലയ്ക്ക് പ്രതികരിക്കേണ്ടതില്ല എന്ന് ഡിജിറ്റൽ മീഡിയ സെല്ലിന് KPCC നേതൃത്വം നിർദ്ദേശം നൽകി. ഓൺലൈനായി ചേർന്ന KPCC നേതൃയോഗത്തിൽ എക്സ്പോസ്റ്റിലെ ബീഹാർ BD വിവാദത്തിൽ VT ബൽറാം വിശദീകരണം നൽകിയിരുന്നു. പോസ്റ്റിടാൻ ചുമതലപ്പെടുത്തിയിരുന്ന അനുഭാവികളടങ്ങുന്ന പ്രൊഫഷണൽ സംഘത്തിന് പറ്റിയ വീഴ്ചയാണത്. ശ്രദ്ധയിൽപ്പെട്ടയുടൻ പോസ്റ്റർ നീക്കം ചെയ്യാൻ നിർദ്ദേശം നൽകിയതും താനാണ്. എന്നിട്ടും തനിക്ക് നേരെ വിമർശനങ്ങൾ ഉയർന്നു. മറ്റു തിരക്കുകളുള്ളതിനാൽ ഡിജിറ്റൽ മീഡിയ സെല്ലിന്റെ ചുമതലയിൽ നിന്നും തന്നെ ഒഴിവാക്കി തരണമെന്ന് നേരത്തെ ആവശ്യപ്പെട്ടതായും VT ബൽറാം യോഗത്തെ അറിയിച്ചു. വിശദീകരണം അംഗീകരിച്ച KPCC നേതൃത്വം VT ബൽറാമിനെ പിന്തുണച്ചുകൊണ്ടുള്ള പ്രസ്താവന പുറത്തിറക്കാനും തീരുമാനിച്ചു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് KPCC അധ്യക്ഷന്റെ വാർത്താക്കുറിപ്പ്. VT ബൽറാമിനെ പദവിയിൽ നിന്ന് നീക്കിയെന്നുള്ള പ്രചാരണങ്ങളെ പൂർണ്ണമായും KPCC അധ്യക്ഷൻ തള്ളി. ആ പോസ്റ്റിന്റെ പേരിൽ
ഒരു നടപടിയും വി ടി ബൽറാമിൻ്റെ പേരിൽ ആരും സ്വീകരിച്ചിട്ടില്ല. വി ടി ബൽറാം കോൺഗ്രസിൻ്റെ KPCCയുടെ വൈസ് പ്രസിഡന്റാണ്. ഇപ്പോഴും അദ്ദേഹത്തിന് തന്നെയാണ് ഈ ചുമതല. അദ്ദേഹം അതിൽ നിന്ന് ഒഴിയാനുള്ള സന്നദ്ധത അറിയിച്ചിരുന്നു. എന്നാൽ അതിന് പകരം ഒരാളെ കണ്ടെത്തുന്നത് വരെ അത് തുടരാൻ തന്നെയാണ് നേരത്തെ പറഞ്ഞതാണ്, ഇപ്പോഴേ അല്ല, ഈ കാര്യത്തിന്റെ പേരിലുമല്ല. ദേശീയ വിഷയങ്ങളിൽ സ്വന്തം നിലയിൽ പ്രതികരിക്കേണ്ടതില്ലെന്ന് ഡിജിറ്റൽ മീഡിയ സെല്ലിന് KPCC നേതൃത്വം നിർദ്ദേശം നൽകിയിട്ടുണ്ട്. 24 തിരുവനന്തപുരം. കൽപ്പറ്റ MLA ടി സിദ്ദിഖിന് ഇരട്ട വോട്ടുണ്ട് എന്ന ആരോപണവുമായി CPIM. തദ്ദേശ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി പരിഷ്കരിച്ച വോട്ടർ പട്ടികയിൽ ടി സിദ്ദിഖിന് കോഴിക്കോട് പെരുമണ്ണയിലും കൽപ്പറ്റയിലും വോട്ടുണ്ട് എന്നാണ് ആരോപണം. പെരുമണ്ണയിലെ വോട്ട് നീക്കം ചെയ്യാൻ താൻ തന്നെ ശ്രമം നടത്തിയിരുന്നുവെന്നും ഇപ്പോഴത്തേത് സാങ്കേതിക പ്രശ്നമാണെന്നും ടി സിദ്ദിഖ് വിശദീകരിച്ചു. കോഴിക്കോട് പെരുമണ്ണ 20-ാം വാർഡിലെ വോട്ടറായ ടി സിദ്ദിഖിന് കൽപ്പറ്റ മുനിസിപ്പാലിറ്റിയിലെ ഓണിവയലിലും വോട്ടുണ്ടെന്നാണ് CPIM ആരോപണം. ജനപ്രതിനിധി കൂടിയായ ടി സിദ്ദിഖ് ഇത്തരം കാര്യങ്ങളിൽ മാതൃക കാണിക്കേണ്ടതായിരുന്നുവെന്നും വോട്ടർ പട്ടിക വിശദമായി പരിശോധിക്കുമെന്നും CPIM ജില്ലാ സെക്രട്ടറി K റഫീഖ് പറഞ്ഞു. സ്വാഭാവികമായിട്ട് വന്നിട്ടുള്ള വോട്ടല്ല, കൽപ്പറ്റയിലെ വോട്ട് അദ്ദേഹം കൂട്ടിച്ചേർത്തതാണ്. സ്വാഭാവികമായിട്ട് കൂട്ടിച്ചേർക്കുമ്പോൾ നിലവിലുണ്ടായിരുന്ന സ്ഥലത്തുള്ള വോട്ട് വെട്ടിക്കൊണ്ടാണ് അദ്ദേഹം ഇവിടെ കൽപ്പറ്റയിലാണ് അദ്ദേഹം കൂട്ടിച്ചേർത്തതെങ്കിൽ വോട്ട് ചേർക്കേണ്ടിയിരുന്നത്. എന്നാൽ അവിടെ നിലനിർത്തുകയും ഇവിടെ വോട്ട് ചേർക്കുകയാണ് ചെയ്തിട്ടുള്ളത്. എന്നാൽ വോട്ട് ഷിഫ്റ്റിന് താൻ അനുമതി ചോദിച്ചതാണെന്നും കോഴിക്കോട്ടെ പട്ടികയിലെ വോട്ട് വെട്ടാൻ താൻ ആവശ്യപ്പെട്ടിരുന്നതായും ടി സിദ്ദിഖ് പ്രതികരിച്ചു. തനിക്ക് ഇരട്ട വോട്ട് ചെയ്യേണ്ട കാര്യമില്ലെന്നും ടി സിദ്ദിഖ്. എൻ്റെ ID കാർഡ് ഉൾപ്പെടെ ഞാൻ കൊടുത്തിട്ടുണ്ട്. അതനുസരിച്ച് അവിടെ നിന്നുള്ളതായിരിക്കുന്ന വോട്ട് നീക്കം ചെയ്യാനുള്ള ഉത്തരവാദിത്തം ഇലക്ഷൻ സിസ്റ്റത്തിൻ്റെയാണ്. അല്ലാതെ ഞാൻ ഇരട്ട വോട്ട് ചെയ്യാൻ വേണ്ടി 2 വോട്ട് 2 സ്ഥലത്ത് ചേർത്തു എന്ന് ആരോപണം ഉന്നയിക്കാൻ, നരേന്ദ്രമോദിയെ പോലെ ആരോപണം ഉന്നയിക്കാൻ CPM ജില്ലാ സെക്രട്ടറിക്ക് അല്ലാതെ വേറെ ആർക്കും പറ്റില്ല. നേതൃത്വവുമായി കൂടിയാലോചിച്ച് സ്ഥലം MLAയുടെ ഇരട്ട വോട്ട് പരാതിയിൽ തുടർ നടപടികൾ സ്വീകരിക്കാനാണ് CPIM തീരുമാനം. നിഖിൽ പ്രമേഷ്, 24 കോഴിക്കോട്. തൃശൂരിൽ പുലികൾ ഒരുങ്ങുന്നു. പൂരനഗരിയായ തൃശൂർ പുലിക്കളി ആവേശത്തിലേക്ക് 9 സംഘങ്ങളായി 500ഓളം പുലികൾ ശക്തന്റെ നഗരം കീഴടക്കാൻ ഇനി മണിക്കൂറുകൾ മാത്രം ബാക്കി. ഇത്തവണ പുലിവരയ്ക്കും ചമയ പ്രദർശനത്തിനും സമ്മാനങ്ങളുണ്ട്. ചെണ്ട ഇടം തലയിലും വലം തലയിലും താളം മുറുകും. ഇലത്താളം മേമ്പൊടിയാകും. പുലിക്കൊട്ടിന്റെ ആരവങ്ങൾക്ക് ഇനി അധിക സമയമില്ല. സ്വരാജ് റൗണ്ട് വലം വയ്ക്കാൻ 400-ലേറെ പുലികളുടെ ചുവടുവയ്പ്. സ്വരാജ് റൗണ്ട് വലം വെച്ച് 400-ലേറെ പുലികളുടെ ചുവടുവയ്പ് കാണാം. 9 പുലിമടയിലും ആവേശത്തിന്റെ അരങ്ങ്. പുലിവണ്ടികളും നിശ്ചല ദൃശ്യങ്ങളും മിഴിവു പകരും. പുലിക്കളി സംഘങ്ങൾക്ക് 50 ലക്ഷം രൂപയുടെ ഇൻഷുറൻസ് പരിരക്ഷ കോർപ്പറേഷൻ ഏർപ്പെടുത്തിയിട്ടുണ്ട്. കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ സഹായവും കോർപ്പറേഷന്റെ സഹായവും ഇത്തവണ കൈയച്ചുണ്ട്. ഇന്ന് പുലിയായിട്ട് ഈ തൃശ്ശൂർ നടക്കാൻ പറ്റൂ. കാരണം നമ്മുടെയൊക്കെ ഒരു വികാരമാണത്. പുലികളോടൊപ്പം കൂടുക എന്നുള്ള ഒരു വികാരത്തിൽ നമുക്കിപ്പോൾ കാണാൻ പറ്റുന്നൊരു സന്തോഷകരമായ കാര്യം, ഹൈടെക്കായി പുലികളൊക്കെ. ചാത്തുകുട്ടി പുലി 41 ദിവസത്തെ വ്രതമെടുത്ത് വന്നിരുന്ന പുലിക്കളിയിലേക്ക് AI വരെ പ്രവേശിച്ചിട്ടുള്ള അത്ഭുതങ്ങളെ കാണാൻ പോവാണ്. രണ്ടാമത്തെ പുലിക്കളിയാണ്. കഴിഞ്ഞ വർഷം അതിൽ ജോയിൻ ചെയ്ത സമയത്തായിരുന്നു ആദ്യത്തെ പുലിക്കളി ഉണ്ടായിരുന്നത്. ഇപ്രാവശ്യം ആ ഒരു ആവേശത്തിൽ തന്നെയാണ്. ഒരുക്കങ്ങളൊക്കെ ഉഷാറായി. ഇനി 3 മണിയാവുക വേണ്ടു. നഗരഹൃദയം പുലികളെ കൊണ്ട് നിറയും. മികച്ച പുലികളി സംഘങ്ങൾ മുതൽ അച്ചടക്കം പാലിക്കുന്ന ടീമുകൾ വരെയുള്ളവർക്കും സമ്മാനമുണ്ട്. പുലിയൊരുക്കം പൂർത്തിയായി. ഇനി ഗർജനം കേൾക്കാം. കണ്ണുകളും കാതുകളും സ്വരാജ് റൗണ്ടിലേക്ക്. സുർജിത് അയ്യപ്പത്ത്, ടീം 24 തൃശൂർ. 4:30 തെക്കേ ഗോപുരനടയിൽ ജില്ലയിലെ മന്ത്രിമാരും MLAമാരും സംയുക്തമായി ഫ്ലാഗ് ഓഫ് ചെയ്യുന്നതോടെയാണ് പുലിക്കളിക്ക് തുടക്കമാകുന്നത്. നഗരത്തിൽ ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഉച്ചയ്ക്ക് ശേഷം പ്രാദേശിക അവധിയും നൽകിയിരിക്കുകയാണ്. സുർജിത്ത് അയ്യപ്പത്ത് വിവരങ്ങൾ നൽകും. സുർജിത്ത് അയ്യന്തോളിൽ നിന്നാണ് ചേരുന്നത്. സുർജിത്ത്, രാവിലെ മുതൽ നമ്മൾ വിവിധ ദേശക്കാരുടെ പുലിമടകളിലെ കാഴ്ചകൾ കാണുന്നുണ്ടായിരുന്നു.
ഇനി ഏതാനും മണിക്കൂറുകൾ മാത്രമേ ഉള്ളൂ ഗർജനം മുഴങ്ങാൻ. സുർജിത്ത് പറയുന്നത് പോലെ ഗർജനം നഗരത്തിൽ മുഴങ്ങാൻ. ഒരുക്കങ്ങളൊക്കെ പൂർത്തിയായി, പുലികൾ ഇറങ്ങിത്തുടങ്ങാനുള്ള നേരമായോ? വിജയകുമാർ, ഞാൻ നിൽക്കുന്നത് അയ്യന്തോൾ ദേശത്തിന്റെ പുലിമടയിലാണ്. മടയിൽ ഇപ്പോൾ മുരൾച്ച കേൾക്കാം. ഗർജനം മുഴങ്ങാൻ ഈ അല്പസമയം കൂടി കാത്തിരിക്കണം. അവസാനവട്ട മെയ്യെഴുത്തെല്ലാം തന്നെ പൂർത്തിയാക്കി ഇങ്ങനെ പുലികൾ തയ്യാറെടുക്കുകയാണ്. ഇനി മാസ്ക്, അതായത് പുലിയുടെ മുഖം സ്വന്തം മുഖത്തോട് ചേർത്ത് വെക്കണം, അരമണി കെട്ടണം. പിന്നെ ഒരു ഇറക്കമാണ്. ഇറക്കം എന്ന് പറയുന്നത് ഒരു 1.5 ഇറക്കമായിരിക്കും. നഗരത്തെ ത്രസിപ്പിച്ചുകൊണ്ട് സ്വരാജ് റൗണ്ടിനെ വലം വെച്ചുകൊണ്ട് ഇങ്ങനെ പുലികളുടെ ഒരു ഒഴുക്ക് കാണുകയാണ്. ഷെറിൻ നമ്മുടെ ഒരു മാധ്യമ പ്രവർത്തകനായിരുന്ന ആളാണ്. അത് എപ്പോഴും മാധ്യമരംഗത്തുള്ള ആളാണ്. 5ാം വർഷമാണ് പുലിവേഷം കിട്ടുന്നത്. എന്തുണ്ട്? നമ്മുടെ മുൻ മന്ത്രിയും MLA-യുമായ സുനിൽകുമാർ ഇവിടേക്ക് എത്തിയിട്ടുണ്ട്. എന്താണ് ഒരു മൊത്തത്തിലൊരു അവസ്ഥ, ആംബിയൻസ് എങ്ങനെയാണ്? ഗംഭീര ആംബിയൻസ് ആണ്. കാരണം എന്താ വെച്ചാലേ 2025 പുലിക്കളിയിൽ 9 ടീമുണ്ട്. കഴിഞ്ഞ 6 ടീമായിരുന്നു. അപ്പോൾ നമ്മൾ പോണ സ്ഥലത്ത് ഒരു പരാതിയില്ല. എല്ലാവരും വളരെ ഹാപ്പിയാണ്. പിന്നെ ഇതെന്ന് പറഞ്ഞാൽ സാധാരണക്കാരുടെ ഒരു ആവേശകരമായിട്ടുള്ള പരിപാടിയാണ്. ഇപ്പോൾ ഇത് പത്രപ്രവർത്തകനാണ്. ഒരു പത്രപ്രവർത്തകൻ മുതൽ ചുമട്ടുതൊഴിലാളി വരെയുള്ള ആളുകൾ മുഴുവനും പങ്കാളികളാകുന്ന ഒരു പരിപാടിയാണ്. ഇതിന് സാധാരണ ഒരു ആവേശം ഉണ്ടായിട്ട് മാത്രം പുലിക്കളിയിൽ പങ്കെടുക്കാൻ പറ്റില്ല. കാരണം രാവിലെ 6 മണി തൊട്ട് വേഷം കെട്ടിക്കഴിഞ്ഞ് രാത്രി 12 മണി ഒരു വേഷം കെട്ടാൻ, സാധാരണ വേഷം കെട്ടലല്ല കേട്ടോ, മേത്ത് പെയിന്റ് അടിച്ച് നിൽക്കുക എന്ന് പറയുന്നത് ആരെങ്കിലും കാശ് കൊടുത്താൽ മാത്രം ചെയ്യുന്ന പരിപാടിയല്ല. അതിനൊരു ആവേശം ഉള്ളിലുണ്ടാവണം. അപ്പോൾ അത് തൃശ്ശൂർ ടൗണിൻ്റെ ചുറ്റുമുള്ള ഗ്രാമങ്ങളാണ് ശരിക്കും. ആ ഗ്രാമങ്ങൾ ഇപ്പോഴും ആ ഗ്രാമങ്ങളുടെ സ്വഭാവത്തിൽ ദേശങ്ങളായിട്ട് ഇപ്പോഴും നിലനിൽക്കുന്നതാണ്. അങ്ങനെയാണ് ഓരോ അയ്യന്തോൾ ദേശം, പിന്നെ അപ്പുറത്ത് വിയൂർ ദേശം, അപ്പുറത്ത് വാട്ടരാക്കൽ ദേശം എന്നൊക്കെ പറഞ്ഞ ഓരോ ദേശങ്ങളാണ്. നിങ്ങൾ വേറെ എവിടെയെങ്കിലും ദേശങ്ങൾ കണ്ടിട്ടുണ്ട് ഇതുപോലെ? ടൗണിനകത്ത് ആ ദേശങ്ങളുണ്ടാവും, പക്ഷേ ദേശത്തെ ആൾക്കാരുണ്ടാവില്ല. ആ ദേശത്തെ അതേ ആളുകൾ, അതേ പണ്ടത്തെ നാട്ടുകാരെ പോലെ തന്നെ ഇപ്പോഴും എല്ലാ ജാതി മത ഭേദമന്യ തൊഴിലാളികളും എല്ലാവരും കൂടി ഒരുമിച്ച് കൂടി ഈ ഓണക്കാലത്ത് ഇതുപോലൊരു പരിപാടി ലോകത്തൊരുത്തിലുണ്ടാവില്ല. അതാണ് അതിൻ്റെ ഇതിനിപ്പോൾ വലിയ ക്ലാസിക്കൽ മേളം ഒന്നും പറയാൻ പറ്റില്ല. പക്ഷെ ആ മേളത്തിനൊരു പ്രാചീന താളുണ്ട്. ശ്രദ്ധിച്ചിട്ടുണ്ടോ? നിങ്ങൾ ആരാണെങ്കിലും ആ ചോട് വെച്ച് പോകും. ഏത് ഒരു ഇളക്കം, ഒരു ഇട്ടട നീ കണ്ടോ? ഇതാണ് ആ പുലിയുടെ ചുവടുവെപ്പ്. ഇതാണ് വൻ ആവേശമാണ്. ഒരു ഓക്കെ എന്തായാലും അവർക്ക് വലിയ തിരക്കുണ്ട്. കാരണം ഇറങ്ങാൻ വേണ്ടി അവസാനപ്പെട്ട ഒരു എന്തായാലും തീർച്ചയായിട്ടും അയ്യന്തോളിന്റെ പുലിമട വിട്ട് പുലികൾ ഇറങ്ങാൻ തയ്യാറായി നിൽക്കുകയാണ്. വരയ്ക്കാൻ ഇനി അടുത്ത മണിക്കൂറുകൾക്കുള്ളിൽ അയ്യന്തോളിന്റെ പുലികൾ അയ്യന്തോൾ തൃശ്ശൂർ നഗരത്തിലെ കിടുകിട പറപ്പിച്ചുകൊണ്ട് പുലിച്ചയിലും പുലിച്ചൂടുമായി തകർക്കും. എന്തായാലും വരട്ടെ, മറ്റു ദേശങ്ങളും വരട്ടെ, നമുക്ക് പൊളിക്കാം. ആ റൗണ്ടിലേക്ക്, സ്വരാജ് റൗണ്ടിലേക്ക് ഇറങ്ങാൻ വേണ്ടി പോകുന്ന ആ ആവേശത്തിലേക്ക് തൃശ്ശൂർ നടന്നെടുക്കുന്ന ആ കാഴ്ച നമുക്ക് അല്പസമയത്തിനകം തന്നെ കാണാൻ പറ്റും. വിജയകുമാർ. ഇപ്പോൾ പുലിമടകളിൽ മുരളൽ ആണ് കേൾക്കുന്നത്. 4:30 കഴിയുമ്പോഴേക്കും അത് ഗർജനമായി നഗരത്തിൽ അങ്ങനെ പരക്കും. 4:30-ക്കാണ് പുലിമടകളിൽ നിന്ന് പുലികൾ ഇറങ്ങിത്തുടങ്ങുക. ഇത്തവണ കൂടുതൽ സംഘങ്ങളുണ്ട്, കൂടുതൽ പുലികളുണ്ട്. മുൻവർഷത്തേക്കാൾ ജനപങ്കാളിത്തവും ഇത്തവണ കൂടുതലാണ് എന്ന് സുനിൽകുമാർ ഉൾപ്പെടെ എല്ലാവരും പറയുകയായിരുന്നു. സുർജിത്ത് അയ്യപ്പത്താണ് അയ്യന്തോളിൽ നിന്നുള്ള കാഴ്ചകൾ പങ്കുവച്ചത്. നമ്മൾ മറ്റൊരു റിപ്പോർട്ടിലേക്ക് പോകുന്നു. അമീബിക് മസ്തിഷ്ക ജ്വരം ബാധിച്ച് സംസ്ഥാനത്ത് ഒരു മരണം കൂടി. മലപ്പുറം തിരുവാലി സ്വദേശിനി M. ശോഭനയാണ് മരിച്ചത്. ചികിത്സയിൽ കഴിയുന്ന ഒരാളുടെ നില ഗുരുതരമായി തുടരുകയാണ്. അമീബിക് മസ്തിഷ്ക ജ്വരം ബാധിച്ച് കഴിഞ്ഞ 1 മാസത്തിനിടെ മരിച്ചവരുടെ എണ്ണം ഇതോടെ 5 ആയി. അമീബിക് മസ്തിഷ്ക ജ്വരം ബാധിച്ച അതീവ ഗുരുതരാവസ്ഥയിലായിരിക്കെയാണ് ശോഭനയുടെ മരണം സ്ഥിരീകരിച്ചത്. 52 വയസ്സായിരുന്നു. ഒരാളുടെ നില കൂടി ഗുരുതരമായി തുടരുകയാണ്. നിലവിൽ 3 കുട്ടികളടക്കം 11 പേരാണ് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ചികിത്സയിലുള്ളത്. 1 മാസത്തിനിടെ 3 മാസം പ്രായമുള്ള കുഞ്ഞടക്കം 5 പേരാണ് രോഗം ബാധിച്ചു മരിച്ചത്. രോഗബാധ കൂടുതലായി റിപ്പോർട്ട് ചെയ്യുന്ന പ്രദേശങ്ങളിൽ ആരോഗ്യവകുപ്പ് പ്രതിരോധ പ്രവർത്തനങ്ങളും ബോധവൽക്കരണ ക്ലാസുകളും ആരംഭിച്ചിട്ടുണ്ട്. 24 കോഴിക്കോട്. തിരുവനന്തപുരം ജനറൽ ആശുപത്രിയിലെ ചികിത്സാ പിഴവിൽ യുവതിയുടെ നെഞ്ചിൽ കുടുങ്ങിയ ഗൈഡ് വയർ പുറത്തെടുക്കാനുള്ള സാധ്യത തേടി ആരോഗ്യവകുപ്പ്. ശസ്ത്രക്രിയയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചർച്ച ചെയ്യാൻ ആരോഗ്യവകുപ്പ് ഉടൻ യോഗം ചേരും. ബുധനാഴ്ച ചേരുന്ന അന്തിമ യോഗത്തിന് ശേഷമായിരിക്കും തുടർ നടപടികൾ ഉണ്ടാവുക. ശസ്ത്രക്രിയയിലൂടെ ഗൈഡ് വയർ പുറത്തെടുക്കാനുള്ള സാധ്യതയാണ് ആരോഗ്യവകുപ്പ് തേടുന്നത്.
വിഷയം ചർച്ച ചെയ്യാൻ മെഡിക്കൽ ബോർഡ് യോഗം ഉടൻ ചേരും. ശസ്ത്രക്രിയയ്ക്ക് ശ്രീചിത്ര മെഡിക്കൽ സെന്റർ അധികൃതരുടെ സഹായം തേടി ജില്ലാ മെഡിക്കൽ ഓഫീസർ കഴിഞ്ഞ ദിവസം കത്ത് നൽകിയിരുന്നു. കാർഡിയോവാസ്കുലാർ, റേഡിയോളജി വിഭാഗങ്ങളിലെ ഡോക്ടേഴ്സിന്റെ സേവനമാണ് തേടുന്നത്. ബുധനാഴ്ച ചേരുന്ന അന്തിമ മെഡിക്കൽ ബോർഡ് യോഗത്തിന് ശേഷമായിരിക്കും തുടർ തീരുമാനം. ശസ്ത്രക്രിയയ്ക്കായി പരാതിക്കാരിയിൽ നിന്ന് ആരോഗ്യവകുപ്പ് സമ്മതപത്രം വാങ്ങി. തൈറോയ്ഡ് ഗ്രന്ഥി നീക്കൽ ശസ്ത്രക്രിയക്കിടെയാണ് കാട്ടാക്കട സ്വദേശി സുമയുടെ നെഞ്ചിൽ ഗൈഡ് വയർ കുടുങ്ങിയത്. 24 ആണ് സുമയുടെ ദുരവസ്ഥ പുറത്തു കൊണ്ടുവന്നത്. 24 തിരുവനന്തപുരം. ഇപ്പോൾ വരുന്ന ഒരു പ്രധാന റിപ്പോർട്ടിലേക്ക്. തൃശൂർ പീച്ചിയിലെ പോലീസ് മർദ്ദനത്തിൽ SI ആയിരുന്ന PV രതീഷിന് അടുത്തയാഴ്ച കാരണം കാണിക്കൽ നോട്ടീസ് നൽകും. PV രതീഷ് കുറ്റക്കാരനാണെന്ന് അന്വേഷണ റിപ്പോർട്ട് ദക്ഷിണമേഖല IG പരിശോധിച്ചു. 8 മാസമായി മുക്കിയ ഫയലാണ് പൊടി തട്ടിയെടുക്കുന്നത്. ഇപ്പോൾ ഷഫീദ് റാവുത്തർ വിവരങ്ങൾ നൽകും തിരുവനന്തപുരത്തുനിന്ന്. ഷഫീദ്, ഈ വാർത്തകൾ, ഈ ദൃശ്യങ്ങൾ, കുന്നംകുളത്തെ വിവരങ്ങൾ പുറത്തു വന്നതിന് പിന്നാലെ കേരളത്തിലെ പോലീസ് സ്റ്റേഷനുകളിൽ പലയിടത്തും നടന്ന ക്രൂരമർദ്ദനത്തിൻ്റെ വിവരങ്ങൾ വരികയാണ്. അതിൽ 8 മാസവും 10 മാസവും വർഷങ്ങളുമൊക്കെയായി അന്വേഷണം നടത്തി കുറ്റക്കാരാണെന്നും ആരോപണങ്ങളിൽ കഴമ്പുണ്ടെന്നൊക്കെ കണ്ടെത്തിയ റിപ്പോർട്ടുകൾ മുക്കിയവർക്കൊക്കെ അത് പുറത്തെടുത്ത് നടപടിയെടുക്കേണ്ട സാഹചര്യം ഉണ്ടാകുന്നുണ്ട്. അതാണ് ഈ പീച്ചിയിലെ സംഭവം തെളിയിക്കുന്നത്, അല്ലേ? വിജയകുമാർ, ഉറപ്പായിട്ടും. കാരണം പലതരത്തിലുള്ള വാർത്തകൾ ഇപ്പോൾ പുറത്തു വരുന്നത്. പോലീസ് സ്റ്റേഷനിൽ മർദ്ദനമേറ്റു, അത് തെറ്റാണ്, വീഴ്ചയാണെന്ന് കണ്ടെത്തിയിട്ടും നടപടിയെടുക്കാതെ പോലീസുകാരെ സംരക്ഷിക്കുന്ന രീതി ഇപ്പോൾ ഓഡിറ്റ് ചെയ്യപ്പെടുകയാണ്. ഇവിടെ തന്നെ പീച്ചിയിൽ തന്നെ SI ആയിരുന്ന PM രതീഷ്, അദ്ദേഹം ഇപ്പോൾ കടവന്തര പോലീസ് സ്റ്റേഷനിലെ CI ആണ്. രതീഷിനെ പ്രാഥമികമായി സസ്പെൻഡ് ചെയ്യാനുള്ള തീരുമാനമൊക്കെ, ഒരു നീക്കമൊക്കെ പോലീസ് ആസ്ഥാനത്ത് നിർദ്ദേശമായി പോയിരുന്നത്. രതീഷിനെതിരായ അന്വേഷണ റിപ്പോർട്ട് ദക്ഷിണമേഖല IGയുടെ ഓഫീസിൽ കഴിഞ്ഞ 8 മാസമായി കുരുങ്ങിക്കിടക്കുകയായിരുന്നു. ഈ ഫയൽ പരിശോധിച്ച് വേഗത്തിൽ തീരുമാനമെടുക്കാൻ പോലീസ് മേധാവി റവാഡ ചന്ദ്രശേഖർ ഇന്ന് നിർദ്ദേശം നൽകി. IG ശ്യാം സുന്ദർ അക്കാര്യത്തിൽ ഇന്ന് ഇപ്പോൾ വരുന്ന വാർത്ത അനുസരിച്ച് ഈ രതീഷ് കുറ്റക്കാരനെന്ന അന്വേഷണ റിപ്പോർട്ട് ദക്ഷിണമേഖല IG പരിശോധിച്ചു. ആരോപണങ്ങൾക്ക് രതീഷ് ഇതുവരെ മറുപടി നൽകിയില്ല എന്നുള്ള അപ്ഡേഷൻ കൂടി കിട്ടിയിട്ടുണ്ട്. രതീഷിന് അടുത്തയാഴ്ച കാരണം കാണിക്കൽ നോട്ടീസ് നൽകും. 8 മാസമായി മുക്കിയ ഫയല് നാണക്കേട് കാരണം ഇപ്പോൾ പൊടി തട്ടിയെടുത്ത നടപടിയിലേക്ക് കടക്കുകയാണ് പോലീസ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഏതായാലും ഈ വിഷയം ഗൗരവമായി പോലീസ് ആസ്ഥാനത്ത് എടുത്തിട്ടുണ്ട്. നിലവിൽ സംസ്ഥാന പോലീസ് മേധാവി മലപ്പുറത്താണുള്ളത്. അദ്ദേഹം തിരികെ എത്തിയ ശേഷം ഒരുപക്ഷെ ഇപ്പോൾ പോലീസിനെതിരെ ഉയർന്ന ആരോപണങ്ങളിൽ ചില നീക്കങ്ങൾ, ചില പ്രത്യേക ശ്രദ്ധകൾ, ഉത്തരവുകൾ അതൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. വിജയകുമാർ. യെസ്, ഷഫീദ് പറഞ്ഞത് തന്നെയാണ് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത്. 8 മാസമായി ഒരു തീരുമാനവും എടുക്കാതെ മാറ്റിവെച്ചിരുന്ന അല്ലെങ്കിൽ മുഖ്യ ഫയൽ ഇപ്പോൾ പൊടി തട്ടിയെടുത്ത് അതിൽ നടപടിയെടുക്കാൻ ഒരുങ്ങുകയാണ് പോലീസ്. 2015 നമ്മൾ നേരത്തെ കണ്ടതാണ്, പത്തനംതിട്ടയിൽ ഒരു പോലീസ് ഉദ്യോഗസ്ഥനെ ക്രമസമാധാനത്തിൻ്റെ ചുമതലയിൽ നിന്ന് ഒഴിവാക്കണം, അതിന് പറ്റിയ ആളല്ല എന്ന് പറഞ്ഞ് മേലുദ്യോഗസ്ഥൻ നൽകിയ റിപ്പോർട്ട്. പക്ഷേ ആ റിപ്പോർട്ട് ഇരിക്കുമ്പോഴും അദ്ദേഹത്തിന് പ്രൊമോഷൻ കിട്ടി, DYSP ആയി. ആ റിപ്പോർട്ട് വീണ്ടും ഒരിക്കൽ കൂടി സർക്കാരിന് പരിശോധിക്കേണ്ടി വരും, ആഭ്യന്തര വകുപ്പിന് പരിശോധിക്കേണ്ടി വരും. അങ്ങനെ കുന്നംകുളം സംഭവത്തിന് ശേഷം, ആ ദൃശ്യങ്ങൾ പുറത്തു വന്നതിന് ശേഷം സംസ്ഥാനത്തെ പോലീസ് സ്റ്റേഷനുകളിൽ ഉണ്ടായ ഇത്തരം കസ്റ്റഡി മർദ്ദന പരാതികളിലൊക്കെ വീണ്ടും അന്വേഷണം നടത്തുകയോ ആദ്യം നടത്തിയ അന്വേഷണ റിപ്പോർട്ടുകൾ പരിശോധിച്ച് നടപടിയെടുക്കുകയോ ചെയ്യേണ്ട സാഹചര്യം ഉണ്ടായിട്ടുണ്ട് എന്നതാണ് ഇപ്പോൾ പീച്ചി ഉൾപ്പെടെ വിവിധ കേന്ദ്രങ്ങളിൽ നിന്ന് വരുന്ന റിപ്പോർട്ടുകളൊക്കെ വ്യക്തമാക്കുന്നത്. ഷഫീദ് റാവുത്തറാണ് വിവരങ്ങൾ നൽകി തിരുവനന്തപുരത്ത്. ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പ് നാളെ നടക്കാനിരിക്കെ പ്രതിപക്ഷത്തിന്റെ സംയുക്ത സ്ഥാനാർത്ഥി സുദർശൻ റെഡ്ഡിക്കെതിരെ വിമർശനവുമായി BJP. കാലിത്തീറ്റ കേസിൽ ശിക്ഷിക്കപ്പെട്ട ലാലു പ്രസാദ് യാദവിനെ സുദർശൻ റെഡ്ഡി സന്ദർശിച്ച് പിന്തുണ തേടിയതിനെതിരെയാണ് BJP നേതാവ് രവിശങ്കർ പ്രസാദ് രംഗത്തെത്തിയത്. അതേസമയം അല്പസമയത്തിനകം പാർലമെന്റ് സെൻട്രൽ ഹാളിൽ ഇന്ത്യ സഖ്യ അംഗങ്ങൾക്കായി തെരഞ്ഞെടുപ്പിനായുള്ള മോക്ക് പോൾ നടത്തും. വൈകിട്ട് 7:30 പ്രതിപക്ഷ അംഗങ്ങൾക്കായി കോൺഗ്രസ് പ്രസിഡന്റ് മല്ലികാർജ്ജുൻ ഖാർഗെ അത്താഴ വിരുന്ന് നൽകുന്നുണ്ട്. NDA സ്ഥാനാർത്ഥി CP രാധാകൃഷ്ണനും സംയുക്ത പ്രതിപക്ഷ സ്ഥാനാർത്ഥി B സുദർശൻ റെഡ്ഡിയും തമ്മിലാണ് ഉപരാഷ്ട്രപതി സ്ഥാനത്തേക്ക് മത്സരം. പാർലമെന്റിന്റെ ഇരുസഭകളിലെയും അംഗങ്ങൾ ഉൾപ്പെട്ട ഇലക്ടറൽ കോളേജിൽ NDAക്ക് തന്നെയാണ് മുൻതൂക്കം. നാളെ രാവിലെ 10 മണി മുതൽ വൈകിട്ട് 5 മണി വരെയാണ് പോളിംഗ്. വൈകിട്ട് തന്നെ ഫലം പ്രഖ്യാപിക്കും. കേരള കത്തോലിക്ക സഭയിലെ ആദ്യ സന്യാസിനിയും TOCD സന്യാസിനി സഭാ സ്ഥാപകയുമായ മദർ എലീഷ്വ വാഴ്ത്തപ്പെട്ട പദവിയിലേക്ക്. നവംബർ 8 എറണാകുളം വെള്ളാർപാടം ബസലിക്കയിൽ പ്രഖ്യാപന ചടങ്ങുകൾ നടക്കും. മലേഷ്യയിലെ പെനാങ് രൂപത മെത്രാൻ കർദിനാൾ സെബാസ്റ്റ്യൻ ഫ്രാൻസിസ് മുഖ്യ കാർമ്മികത്വം വഹിക്കും. മദർ ഏലീഷ്യയുടെ മധ്യസ്ഥതയിൽ സംഭവിച്ച അത്ഭുതം മാർപ്പാപ്പ അംഗീകരിച്ചതിന് ശേഷമാണ് വിശുദ്ധരുടെ നാമകരണത്തിനായുള്ള നടപടികൾ തിരുസംഘം പൂർത്തിയാക്കിയത്. പ്രഖ്യാപനത്തിൽ മാർപ്പാപ്പ ഒപ്പുവെച്ചതോടെ മദർ ഏലീഷ്യയെ വാഴ്ത്തപ്പെട്ടവളാക്കുന്ന തീയതിയും സമയവും അറിയിച്ചു. വരുന്ന നവംബർ 8 വൈകിട്ട് 4:30 പ്രഖ്യാപന ചടങ്ങുകൾ.
കഴിഞ്ഞ വർഷം നവംബർ 8 തന്നെയാണ് മദർ ഏലീഷയെ ധന്യയായി പ്രഖ്യാപിച്ചത്. ഞങ്ങളുടെ മദർ എലിഷ്വ മരിച്ചിട്ട് 112 വർഷം ഞങ്ങൾ കാത്തിരിക്കുകയായിരുന്നു. അപ്പോൾ ഇത് ഞങ്ങൾക്ക് മാത്രമല്ല, ഈ കേരള സഭ മുഴുവനുമേ, ലത്തീൻ റീത്ത് മുഴുവനും ഇത് ഒരു വലിയൊരു സന്തോഷമായിട്ട് ഞങ്ങൾ ആഘോഷിക്കുകയാണ്. 1866 ഫെബ്രുവരി 13 കൂനമ്മാവിൽ കർമ്മലീത്ത നിഷ്പാതുക 3ാം സഭ സ്ഥാപിക്കുകയും കേരള സഭയിൽ ആദ്യമായി പെൺകുട്ടികൾക്ക് സ്കൂളും ബോർഡിങ്ങും അനാഥ മന്ദിരവും ആരംഭിച്ച് മദർ ഏലീഷ്യ സ്ത്രീ ശാക്തീകരണത്തിന് തുടക്കം കുറിച്ചു. 1890 2 സന്യാസിനി സഭകൾക്കും രൂപം നൽകി. 1913 ജൂലൈ മാസം 18 മദർ ഏലീഷ്യ മരിക്കുന്നത്. മരിച്ച് 112 വർഷങ്ങൾക്ക് ശേഷമാണ് മദർ ഏലീഷ്യയെ വാഴ്ത്തപ്പെട്ടവളായി പ്രഖ്യാപിക്കുന്നത്. 24 കൊച്ചി. ബസ് യാത്രയ്ക്കിടെ വിരലറ്റുപോയ ഭീതിപ്പെടുത്തുന്ന അനുഭവം ഫേസ്ബുക്കിലൂടെ പങ്കുവച്ച് മാധ്യമപ്രവർത്തക രാഖി. മോതിരവിരൽ നഷ്ടപ്പെട്ട ശേഷമുള്ള ആദ്യ ഓണത്തെക്കുറിച്ചുള്ള ഫേസ്ബുക്ക് പോസ്റ്റ് വായനക്കാരുടെ ഉള്ളുലയ്ക്കുന്നതാണ്. എന്റെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഓണമാണ് ഇത്തവണ കടന്നുപോയത്. 49 കൊല്ലം ഞാൻ കാത്തു സൂക്ഷിച്ച ബന്ധം അറ്റുപോയ ഒരോണം. എന്റെ മോതിരവിരൽ എനിക്ക് നഷ്ടപ്പെട്ട ശേഷം ദിവസങ്ങൾക്കുള്ളിൽ വന്നെത്തിയ ഓണം. ബസ്സിറങ്ങവേ മോതിരം കുടുങ്ങിയാണ് എന്റെ വിരലറ്റത്. അല്പം നീണ്ട കുറിപ്പാണ്, മനക്കട്ടിയുള്ളവർ മാത്രം തുടർന്ന് വായിക്കുക. രാഖി റാസ് എന്ന മാധ്യമപ്രവർത്തക ഫേസ്ബുക്കിൽ കുറിച്ച വരികളാണിത്. ആഗസ്റ്റ് 21 ജോലി സംബന്ധമായി വടകര പോയി തിരികെ സ്വകാര്യ ബസ്സിൽ കോഴിക്കോട്ടേക്ക് വരികയായിരുന്നു. പിന്നീടുണ്ടായത് രാഖി തന്നെ പറയും. കോഴിക്കോട് വന്ന് KSRTC സ്റ്റോപ്പായി ഇറങ്ങിക്കോളൂ എന്ന് പറയുമ്പോൾ ഞാൻ എഴുന്നേറ്റ് ഇറങ്ങുന്നു. ഞാൻ ഇറങ്ങുന്ന വഴി ഈ സ്ത്രീകൾ ഇരിക്കുന്ന ഒരു ചരിഞ്ഞ സീറ്റുണ്ടല്ലോ, അതിൻ്റെ താഴെയുള്ള കമ്പിൽ, അതിനോട് ചേർന്നുള്ള കമ്പിയിൽ പിടിച്ചിട്ടാണ്, വലത്തെ കൈ പിടിച്ചിട്ടാണ് ഞാൻ ഇറങ്ങുന്നത്. അപ്പോൾ ഇറങ്ങി ഉള്ള മൂവ്മെൻറ്റ് തുടങ്ങി. മുകളിൽ കൈ ഇരിക്കുന്നുണ്ട്. കൈ അങ്ങോട്ട് വലിച്ചെടുക്കുമ്പോൾ ഇത് പെട്ടെന്ന് മോതിര വിരൽ കൊളുത്തുന്നു. ഞാൻ താഴത്തേക്ക് ഇറങ്ങുകയാണ്. എനിക്ക് മോതിരം ഒന്ന് വലിഞ്ഞതായിട്ട് തോന്നുന്നു മാത്രമേ ഉള്ളൂ. താഴെ ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ ഞാൻ അയ്യോ മോതിരം വലിഞ്ഞ് വേദനിക്കുന്നല്ലോ എന്ന് പറഞ്ഞ് കൈ ഉയർത്തി നോക്കുമ്പോൾ എൻ്റെ വിരൽ അവിടെ ഇല്ല. പകരം ഒരു എല്ല് മാത്രമാണ് കാണുന്നത്. ഞാൻ ഷോക്ക്ഡായിപ്പോയി. ഞാൻ തിരിച്ച് ഓടി ബസ്സിലേക്ക് കയറി. എന്നിട്ട് എൻ്റെ വിരൽ പോയി എന്ന് പറഞ്ഞിട്ട് നിലത്തൊക്കെ നോക്കുകയാണ്. അപ്പം നിലത്തെല്ലാം ചോര ചീറ്റി കിടക്കുന്നുണ്ടായിരുന്നു. ഈ മോതിരം കൊളുത്തിയ സ്ഥലത്ത് മോതിരവും അറ്റുപോയ വിരലും അവിടെ തന്നെ തറഞ്ഞ് ഇരിക്കുന്നുണ്ടായിരുന്നു. ഞാൻ തന്നെ അതിൻ്റെ ചലനവള്ളിയെല്ലാം പൊട്ടി നീണ്ട് അതിൻ്റെ താഴെ കിടക്കുന്നുണ്ടായിരുന്നു. ഞാനത് എടുത്തിട്ട് ഇവരോട് പറഞ്ഞു എന്നെ എത്രയും പെട്ടെന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണമെന്ന് പറഞ്ഞു. തൊട്ടടുത്ത് തന്നെ ഹോസ്പിറ്റലുണ്ടായിരുന്നു, നാഷണൽ ഹോസ്പിറ്റൽ. അവിടെ കൊണ്ടുപോയി ഞാൻ തന്നെ എൻ്റെ വിരലും എടുത്തുകൊണ്ട് കാഷ്വാലിറ്റിയിലേക്ക് പോയി. തന്റെ അനുഭവക്കുറിപ്പിനൊപ്പം ബസ്സിനുള്ളിലെ CCTV ദൃശ്യങ്ങളും രാഖി പങ്കുവച്ചിരുന്നു. തന്റെ അനുഭവം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് രാഖി പറഞ്ഞത് മറ്റൊരു കാര്യം കൂടിയാണ്. കയ്യും തലയും പുറത്തിടരുത്, അത് അനുസരിക്കാതിരുന്ന അത് നമ്മുടെ തെറ്റാ. പക്ഷെ ഇതിനകത്തുള്ള ചെറിയ ചെറിയ മിസ്റ്റേക്കുകൾ ഒന്നും കറക്റ്റ് ചെയ്യപ്പെടാറില്ല. നമ്മളും അതിനെ സീരിയസ് ആയിട്ട് എടുക്കാറില്ല. നമ്മുടെ കയ്യിൽ ഒരു ആണി കൊണ്ട് പോറിയല്ലോ എന്ന് പറഞ്ഞിട്ട് നമ്മൾ പോവും. അതുപോലെ ഒരു ചെറിയ ഒരു ബീഡിങ് പോലെ എന്തോ വെച്ചിരിക്കുന്നതിൻ്റെ ഇടയിൽ ഒരു സീല് ചെയ്തിരിക്കുന്ന ഭാഗം പൊട്ടിപ്പോയിട്ടുള്ള ഒരു ചെറിയ വിടവാണ് ഇത്. ഇത്ര അപകടം ഉണ്ടാക്കുമെന്ന് നമുക്കറിയില്ല. തനിക്കുണ്ടായത് ഇനി ആരുടെയും ജീവിതത്തിൽ ഉണ്ടാകരുത്. അതിന് നിയമപരമായി തന്നെ മുൻപോട്ട് പോകുകയാണ് രാഖി. കൊച്ചിയിൽ നിന്നും വിനോദിനൊപ്പം അൻമരിയ സണ്ണി, 24. ഈ റിപ്പോർട്ടോടെ വാർത്താമഴ അവസാനിക്കുന്നു. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.